ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ രാവിലെ ഇപ്പൊ പാക്കിങ് തുടങ്ങുവാണ് കേട്ടോ. അപ്പൊ ഞാനത് പറ്റിയാല് കുറെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാം. ഇന്നലെ രാത്രി ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ട് ഉറങ്ങിപ്പോ അതുകൊണ്ട് എന്റെ കണ്ണൊക്കെ എന്തോ ഒരുമാതിരി പുകയും പോലെ നീര് വെച്ചിരിക്കും പോലെ കേട്ടോ. എന്റെ ഒരു കൂട്ടുകാരി വിളിച്ചു, കുറെ നാള് കൂടിയിട്ട് വിളിക്കുവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം പാസ്റ്റും ഇപ്പോഴത്തെ കാര്യവും പണ്ടത്തെ കാര്യം എല്ലാം ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഒത്തിരി ലേറ്റ് ആയി പോയിട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ സമയം നോക്കുമ്പോ 2:30 ആയിട്ടുണ്ട് കേട്ടോ. ഞെട്ടിപ്പോയി. ഇനിയിപ്പോ എപ്പോ കിടന്ന് ഉറങ്ങാനാ? അങ്ങനെ രാവിലെ എനിക്ക് ഇത്രയും ജോലികളുള്ളതല്ലേ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉറക്കം വരുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ പിന്നെ എപ്പോഴോ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. എല്ലാ ദിവസവും രാവിലെ എന്നെ വിളിച്ച് എണീപ്പിക്കുന്ന ഇപ്പൊ മിലോയാണ് കേട്ടോ. മില രാവിലെ എണീറ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഡോറിന്റെ അവിടെ കിടന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യും. ഭയങ്കര സൗണ്ടാണ്. അങ്ങനെ അത് കേട്ടിട്ട് എല്ലാ ദിവസവും ഇപ്പൊ ഞാൻ എണീക്കുന്നു കേട്ടോ. ഞാൻ അലാം വെക്കാറില്ല അങ്ങനെ. അപ്പം അതിന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് അത് കടന്നുകൊണ്ട് ഇങ്ങനെ ബഹളം വെക്കുക. എന്നിട്ട് ഒരു വട്ടം സ്ക്രാച്ച് ചെയ്യും. നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോ പിന്നെ അത് വന്നിട്ട് നമ്മൾ എണീറ്റോ ഇങ്ങനെ നോക്കും നമുക്ക് ജീവനുണ്ടോ എന്ന്. അങ്ങനെ പിന്നെയും പോയിട്ട് അത് ഇങ്ങനെ കടന്ന് സ്ക്രാച്ച് ചെയ്യും. ഇങ്ങനെ ഡോറയിൽ ഭയങ്കര സൗണ്ടാ. അങ്ങനെ അത് കേൾക്കുമ്പോൾ ഞാൻ എണീറ്റ് വരും കേട്ടോ. പിന്നെ പെട്ടെന്ന് എണീറ്റിട്ട് വന്ന് അതിന് ഡോറ് തുറന്നു കൊടുക്കും. ചിലപ്പോൾ ഞാൻ ഒന്നോടെ പോയി കിടക്കും. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ സമയം ഇത്രയായിട്ടുണ്ട്, കുറച്ച് ലേറ്റും ആയിട്ടുണ്ട്. അപ്പൊ വേഗം അത് കുറേ നേരമായിട്ട് അവിടെ കിടന്നുകൊണ്ട് ബഹളം വെക്കുമായിരുന്നു തോന്നുന്നു. അങ്ങനെ എനിവേ ഞാൻ രാവിലെ എണീറ്റു. എന്നിട്ട് ചായയൊക്കെ വെച്ച് കുടിച്ചു. ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ വേഗം ഇച്ചിരി കുക്ക് ചെയ്യാനുള്ളതൊക്കെ വെച്ചു. ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചു. പെറ്റ്സിനൊക്കെ ഫുഡ് കൊടുത്തു. അങ്ങനെ ഇനി നമുക്ക് വേഗം പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യുമ്പോൾ പറ്റിയാൽ ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യാം. ഓരോരുത്തർ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നത്. അപ്പൊ എന്റെ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് നിങ്ങൾ ഇന്ന് കാണിച്ചു തരാനും പറ്റുമല്ലോ. അങ്ങനെ അതിനുശേഷം നമുക്ക് പുറത്തു പോകാനുണ്ട്. പുറത്തു പോകുന്നതിന്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ നമുക്കൊരു പക്ഷിക്കുഞ്ഞുണ്ട് കേട്ടോ, റിയോ എന്ന് പറഞ്ഞിട്ട്. റിയോയ്ക്ക് ഒരു കൂട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ആ കുഞ്ഞ് സർവൈവ് ആയില്ല. അപ്പൊ അത് ഒറ്റയ്ക്കാണേ. നമ്മുടെ ഡോഗ്സിനാണെങ്കിൽ നമ്മൾ ഒത്തിരി പുറമേ പോയി ഓരോ ജോലികളും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളെ അവർ കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഇമോഷണൽ നീഡ് അങ്ങനെ ഫുൾഫിൽ ആവുന്നുണ്ട്. പിന്നെ ക്യാറ്റ് നമ്മുടെ കൂടെയാണ് ഫുൾ ടൈം, അതുകൊണ്ട് അതിനും സങ്കടങ്ങളില്ല. പക്ഷെ റിയോയ്ക്ക് പക്ഷിക്കുഞ്ഞിന് ഭയങ്കര വിഷമാണ് കേട്ടോ. അത് ഭയങ്കര കരച്ചിലും സങ്കടവും. എന്റെ സൗണ്ട് ഇവിടുന്ന് കേൾക്കുമ്പോൾ പോലെ അത് ഫുൾ കരച്ചിലാണ്. നമുക്ക് എപ്പോഴും അവിടെ പോയി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ പോയിരുന്നാൽ നമ്മുടെ ഒരു പണി നടക്കത്തില്ല. ആകെ നമുക്ക് ചെടി പാക്ക് ചെയ്യാനും ചെടി നനയ്ക്കാനും പിന്നെ അതിന്റെ അടുത്ത് ഞാൻ ജസ്റ്റ് ഫുഡ് കൊടുക്കാനും ഒക്കെ എനിക്ക് പോകാൻ പറ്റുന്നുള്ളൂ. പക്ഷെ അതിന് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് നമ്മൾ അത് അതിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിങ്ങനെ നമ്മൾ തിരിച്ചു പോരാതിരിക്കാൻ അതിങ്ങനെ എന്നെ പ്രലോഭിപ്പിക്കുക കേട്ടോ. തോളത്തിരുന്ന് ഭയങ്കര ഡാൻസ് കളി, പിന്നെ അതിങ്ങനെ കവിളത്തൊക്കെ ഇങ്ങനെ ഉമ്മ വെക്കും. ഇങ്ങനെ 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 എന്തോ ഉരുമിക്കൊണ്ടിരിക്കുക അതിന്റെ ചിറകം കൊണ്ട് പോലെ അതിങ്ങനെ നമ്മൾ പ്രലോഭിപ്പിക്കുക കേട്ടോ. അതിന്റെ അടുത്ത് ഇരിക്കുക, അതിങ്ങനെ അതെനിക്ക് സന്തോഷം തരാം എന്റെ അടുത്ത് ഇരിക്കാൻ. അങ്ങനെ അത് പറയും പോലെ തോന്നും, പാവം തോന്നും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പോന്നു കഴിയുമ്പോൾ ഭയങ്കര സങ്കടവും കരച്ചിലും കുറേ നേരത്തിന്. പിന്നെ എപ്പോഴും നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ കരച്ചില് പ്രത്യേക രീതി നമുക്ക് മനസ്സിലാവും അത് പെറ്റ്സിനെ വളർത്തുമ്പോ. അപ്പൊ അത് ഭയങ്കര അത് എലോൺ ആയിട്ട് അതിന് ഭയങ്കര വിഷമം പോലെ. അപ്പൊ ഞാനോർത്ത് എന്തായാലും ഇന്ന് പോയിട്ട് ഒരു കിളീനെയും കൂടി മേടിക്കാന്ന്. ഭയങ്കര റേറ്റ് ഇങ്ങനത്തെ കിളികൾക്കൊട്ടോ. പൈനാപ്പിൾ കുഞ്ഞൂറാണ് ഇത്. അപ്പൊ ഇങ്ങനത്തെ അത് സർവൈവ് ആയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടം ഒരേ കേട്ടോ. അങ്ങനെ അപ്പൊ എന്തായാലും ഇതിന് പാവം തോന്നിയിട്ട് വയ്യ എനിക്ക്. അപ്പൊ എത്ര പൈസ ആയാലും വേണ്ടില്ല, നമുക്ക് ഇന്ന് പുതിയൊരു കിളീനെയും കൂടി മേടിക്കാന്ന് ഓർത്താൽ അത് നോക്കാൻ പോണം. അത് മേടിക്കണം പറ്റിയാൽ. അങ്ങനെ ഇണങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരെണ്ണത്തിന് മേടിക്കാൻ പോവാ. ഇതിനൊരു കൂട്ടാവുമല്ലോ. അങ്ങനെ അപ്പൊ ഇതിന് അത്രയും ഒരു ഫിയർ തോന്നുന്നില്ല ഒറ്റയ്ക്കാവുന്ന. അവിടെ കുറെ സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ പ്രസൻസ് വേണം. അങ്ങനെ ഇണങ്ങിയ പക്ഷി കുഞ്ഞുങ്ങൾക്കൊക്കെ അങ്ങനെയാണ്. എല്ലാ പെറ്റ്സും അങ്ങനെയാണ്. ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടെ കൂട്ടില്ലാതെ പറ്റത്തില്ല. അങ്ങനെയാണ്. അപ്പൊ അതിന് പോണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പിന്നെ പാക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂട്ടുകാരിയോട് കുറെ നേരം ഇങ്ങനെ സംസാരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് എന്നിട്ട് പിന്നെ നമ്മൾ എന്താണോ രാത്രി ലാസ്റ്റ് നമ്മുടെ മനസ്സിൽ വന്ന ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ എന്തിനോടാണോ ഇന്ററാക്ട് ചെയ്തത് അതായിരിക്കും നമ്മൾ ഉറക്കം തെളിയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത. അങ്ങനെ അപ്പൊ വീണ്ടും ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഇന്നലെ അവളോട് സംസാരിച്ചതും ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ എന്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കുറെ ചിന്തകൾ ഇങ്ങനെ വന്നിട്ട് ഓരോരോ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം നമുക്ക് പാക്ക് ചെയ്യുന്ന കൂട്ടത്തില്. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ പോയിട്ട് ഞാൻ ഒരു സാധനം എടുത്തോണ്ട് വെച്ചു ഒരാളുടെ. ഇവരുടെ തന്നെ കുറച്ച് സാധനം കൂടി ഇങ്ങോട്ട് എടുക്കാനുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഓരോരോ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ ടേബിൾ നിറയുന്നവരെ കൊണ്ടുവച്ചിട്ട് അത് നമുക്ക് പാക്ക് ചെയ്യാം. ആ കൂടെ നമുക്ക് കുറച്ച് നേരം വർത്താനമൊക്കെ പറയാം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ പറ്റുന്ന അത്രയും ഞാൻ ഷൂട്ട് ചെയ്യാം ബാറ്ററി തീരുന്നവരെ. എന്നിട്ട് പിന്നെ നമുക്ക് പോകാം. പോകുമ്പോൾ പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാം പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്ത് പോയിട്ട്. അപ്പൊ പി അരവിന്ദ് എന്ന് പറയുന്ന നമ്മുടെ മാവേലിക്കരയിൽ നിന്നുള്ള ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറേ സാധനം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മാറ്റുണ്ട്, പിന്നെ ഹോം മെയ്ഡ് ഗീ ഉണ്ട്, പിന്നെ ഈ ഹാങ്ങർ ഉണ്ട്. ഈ ഹാങ്ങർ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നല്ല സ്റ്റീലിന്റെ റോഡാണ്. പ്ലസ് ഇത് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ കൊളുത്തും കൂടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതേ സ്റ്റീലിന്റെ റോഡാണ്, നല്ല വെയിറ്റ് താങ്ങും, വളയത്തേ ഇല്ല, അത്രയും സ്ട്രോങ് ആണ്. പിന്നെ ദേ ഇതിനൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ദേ ഇങ്ങനെ ഒരു ഇത് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഇത് എവിടെയും ഇങ്ങനെ വീണ് പോകത്തില്ല. അഴയിലൊക്കെ നമ്മൾ ഇങ്ങനെ കൊളുത്തിയിട്ടാൽ, അല്ലെങ്കിൽ മരത്തിന്റെ എവിടെയെങ്കിലും കമ്പെ കൊളുത്തിയിട്ടാൽ ഇതിനതാ ഇവിടെ ഇങ്ങനെ ഒരു സെക്യൂർ കൊളുത്തും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ കൊളുത്തും കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ് പോകത്തില്ല. പിന്നെ 10 എണ്ണം നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും, നല്ല വെയിറ്റ് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്നിച്ച് ഷർട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ബ്രാ പാന്റീസ് അങ്ങനത്തെയോ, അല്ലെങ്കിൽ പിള്ളേരുടെ ക്ലോത്ത്, കുഞ്ഞു പിള്ളേരുടെയൊക്കെ നമ്മൾ അലക്കിയിട്ട് ഒന്നിച്ച് ഇങ്ങനെ വിരിച്ചിട്ടില്ലേ, അങ്ങനെയൊക്കെ ഹാങ് ചെയ്യാൻ ബെസ്റ്റ് ആണ്. പിന്നെ അല്ല, നമുക്കിപ്പം കുറെ സാധനങ്ങൾ മടക്കി അലമാരിയിൽ ഒന്നിച്ച് മടക്കി ഇടണം, പിറ്റേ ദിവസത്തേനുള്ളത് നമുക്കൊന്ന് തേച്ചിട്ട് അങ്ങനെ കുറെ പർപ്പസ് ഇതിന് ഓക്കെയാണ്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാൻ, സ്റ്റീലിന്റെ ആണ്, 10 എണ്ണം ഹോൾഡ് ചെയ്യാൻ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇത് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന്. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ഗീ മേടിച്ചിട്ടുണ്ട്, അതുപോലെ സോപ്പ് മേടിച്ചിട്ടുണ്ട്, ബ്യൂട്ടി ഓയിൽ മേടിച്ചിട്ടുണ്ട്, ലിപ് ബാം. പിന്നെ ദേ ഇത് ഗ്ലൗസ്, ഇത് ഞാൻ തുറന്നു കാണിക്കാം. പിന്നെ ദേ ഇത് ഗ്ലൗസ്, ഇതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ കയ്യിലേക്ക് ഇടുക, ഇങ്ങനെ ഇത് സ്ട്രെച്ച് ചെയ്യൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആർക്കും വേണേലും പാകാവും. എന്നിട്ട് നമുക്ക് ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കണം, മുക്കി പിഴിഞ്ഞിട്ട് ഇപ്പുറത്തെ കൈ കൊണ്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു ഗ്ലൗസ് ഇട്ടാൽ മതി, അങ്ങനെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലായിടവും ഒന്ന് നമുക്ക് തുടയ്ക്കാം. അപ്പൊ ഇത് നല്ല മൈക്രോ ഫൈബറാണ്. അപ്പൊ പൊടിയും ചെളിയും എല്ലാം ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ പോരുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ഡെറ്റോളും, ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിനാഗിരി, ബേക്കിംഗ് സോഡ, ഡെറ്റോള്, ഈ സാധനങ്ങളാണ് എടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചെറുനാരങ്ങയും കൂടി പിഴിയും. അതെല്ലാം നമുക്ക് നാച്ചുറൽ ആയിട്ട് എല്ലായിടവും ക്ലീൻ ആകുന്ന പ്രൊഡക്റ്റുകളാണ്. പ്ലസ് അത് ടോക്സിൻ അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് സേഫ് ആയിട്ട്, നമുക്ക് കെമിക്കൽ ഒന്നും അല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിന് ഭയങ്കര ഉപകാരമാണ്, സ്ട്രെച്ച് ചെയ്യും. അതുകൊണ്ട് ആരുടെ കൈക്ക് പാകാവും അങ്ങനെ ഒരു ഗ്ലൗസ് ആണിത്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, ക്ലീനിങ്ങിന്റെ സാധനങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ സെയിലിന് ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ടൈറ്റ് ആയിട്ട് വൃത്തിയായിട്ട് ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ എയിം ചെയ്തത്. പിന്നെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മുടെ ഹെൽത്ത്, ബ്യൂട്ടി, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കൂടുന്ന സാധനങ്ങൾ, അങ്ങനെയൊക്കെ. കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബാക്കി പ്രൊഡക്റ്റും കൂടി ഞാൻ കാണിച്ചിട്ട് പറയാം. പിന്നെ ബോഡി മോയ്സ്ചർ മേടിച്ചിട്ടുണ്ട്, പിന്നെ ലിപ് ബാം മേടിച്ചിട്ടുണ്ട്. പ്ലെയിന് രാത്രി പകലൊക്കെ ഒന്ന് ചുണ്ടിന്റെ കെയറിന് വേണ്ടിയിട്ട്, ചുണ്ടൊട്ടും പൊട്ടാതെ പിഗ്മെന്റേഷൻ ഒക്കെ മാറി അടിപൊളിയാവും. വിവാക്സിന്റെ ആണ്. പിന്നെ മേടിച്ചേക്കുന്ന ആശാളിയരിയും കരിഞ്ചീരകവും ഇപ്പൊ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഹോർമോണൊക്കെ ബാലൻസ് ആകും, നമ്മുടെ ശരീരം കുറച്ചും കൂടി ഒന്ന് എന്താ പറയാ കൊളാജനൊക്കെ ഉണ്ടായി നല്ല അടിപൊളിയായിട്ട്, സ്കിന്നൊക്കെ സ്മൂത്ത് ആയിട്ട്, സൗന്ദര്യവും കൂടും, അതുപോലെ മെന്റൽ ഹെൽത്തും കൂടാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് ഒത്തിരി ഹോർമോൺ ബാലൻസ് ആകും, സ്ട്രെസ് ഒക്കെ കുറച്ച് അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പൊ ആശാളിയരിയും കരിഞ്ചീരകവും നമ്മുടെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. അത് കഴിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ, കഴിക്കാത്തവരാണെങ്കിൽ. സൗന്ദര്യമൊക്കെ കൂടണ്ടേ, മുടിയൊക്കെ പൊഴിഞ്ഞ് എന്താ പറയാ, പിരികവും പൊഴിഞ്ഞ്, കൺപീലിയും പൊഴിഞ്ഞ്, മുടിയും പൊഴിഞ്ഞ് നമ്മളിങ്ങനെ നരച്ചു കുറച്ച് അങ്ങനെ ആവണ്ടല്ലോ ചെറുപ്പം മുതലേ തന്നെ. അപ്പൊ അതിനൊക്കെ ഉപകാരമാണ്. പിന്നെ ഫേസ് വാഷ് പൗഡർ മേടിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിക്ക് വേണ്ടി മേടിച്ചായിരിക്കും കേട്ടോ, ഹസ്ബൻഡിന്റെ ഒക്കെ അഡ്രസ്സ് തരുന്നതായിരിക്കും. അങ്ങനെ ഒരു കമ്മല്, പേൾ സ്റ്റോണിന്റെ ഒരു കമ്മല് മേടിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. പിന്നെ സ്ലൈഡ്, ഇത് നല്ല ക്യൂട്ട് സ്ലൈഡാണ്. ഇതിന്റെ ഒരെണ്ണം ഞാനും എടുത്തു വെക്കണം എന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ ഞാൻ കുത്തിവെക്കുന്നുണ്ടോ ഒരെണ്ണം, അതിന്റെയൊക്കെ വേറൊരു വകഭേദം കേട്ടോ. ഇങ്ങനത്തെ സ്ലൈഡുകൾ ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏജ് ഉള്ളവർക്കും ഒരു ക്ലാസി ലുക്ക്, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരും, കുറച്ച് രംഗത്തൊക്കെ വരും, അങ്ങനത്തെ ഇച്ചിരി മോഡേൺ ലുക്കൊക്കെ വരും. ആ രീതിയിൽ ഇങ്ങനത്തെ സ്ലൈഡുകൾ ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ ആഭരണങ്ങളും എല്ലാവരും യൂസ് ചെയ്യും. അങ്ങനെയാണ്, അതൊക്കെയാണ് ഒരു ഭംഗിയും ഒരു സന്തോഷമൊക്കെ നമുക്ക്. അപ്പൊ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് പാക്ക് ചെയ്യണം. പിന്നെ ഒരു മൈക്രോ ഫൈബറും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ലൊരു മൈക്രോ ഫൈബർ ഉണ്ട്. അപ്പൊ അതും വെള്ളം എല്ലാം അബ്സോർവ് ആകും. നമുക്ക് ഏത് ഡോറിന്റെ, ബാത്റൂമിന്റെയോ ഡോറുകളുടെ ഒക്കെ മുമ്പിലിടാം. കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് ഒത്തിരി പേരായിട്ട് എന്നോട് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. പിന്നെ ബ്രസ്റ്റ് സൈസ് തീരെ കുറവാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റും ചേച്ചി മെഡിക്കൽ ഫീൽഡ് അല്ലേ, പറഞ്ഞു തരൂന്ന്. പിന്നെ കുറെ പേര് പറയുന്നത് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഈവൻ അൺമാരീഡ് ആയിട്ടുള്ള ലേഡീസ് പോലും തടി വെച്ച് പിന്നെ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രസ്റ്റ് എല്ലാം ഇടിഞ്ഞു തൂങ്ങിയ പോലെ ആയിപ്പോയി. ആ ഒരു ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഡെലിവറി കഴിഞ്ഞൊരു കാര്യം പറയുകയും വേണ്ട. ഡെലിവറിന്റെ സമയത്ത് നമുക്ക് ബ്രസ്റ്റ് ഒക്കെ കുറച്ച് സൈസ് ഒക്കെ കൂടി, പിന്നെ മിൽക്ക് ഡക്റ്റ് ഒക്കെ കൂടുതൽ ആക്ടിവേറ്റ് ആയി നന്നായിട്ട് ഇതാവും. അത് വലിപ്പമൊക്കെ വെച്ച് നല്ല ഇതാവും. പിന്നെ കൊച്ചിന്റെ പാലുകൂടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടി ഇടിഞ്ഞു തൂങ്ങി ഭയങ്കര വൃത്തികേടായിട്ട് ഭയങ്കര കോംപ്ലക്സ് ആവും ലേഡീസിന്. ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ആ ഒരു ഡെലിവറിന്റെയും ആ ഒരു മുലയൂട്ടുന്ന സമയം ഏകദേശം ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സ്റ്റേബിൾ ആവുമല്ലോ, നമ്മൾ ആ റെസ്റ്റിംഗ് പീരീഡ് കഴിയുമല്ലോ. അപ്പം മുതൽ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ പറഞ്ഞു വിടുന്നത് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസമൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് തുടങ്ങാനാണ് സിസേറിയൻ അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങുന്നത്. ഇനിയിപ്പോ സിസേറിയൻ ആണെങ്കിൽ പോലും 1 മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു 30 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വൂണ്ടൊക്കെ ഏകദേശം ഹീലായിട്ടുണ്ടാവും. അപ്പൊ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള വർക്കല്ല, അല്ലാത്ത വിധത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ അപ്പോഴും നമ്മൾ പറഞ്ഞു വിടും. ലാസ്റ്റ് നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മൾ ചെന്നിട്ടൊരു ക്ലാസ് കൊടുക്കും, എന്തൊക്കെ കെയർ ആണ് വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണ് നമ്മളിപ്പോ എല്ലാം, അല്ലാതെ അങ്ങ് നമ്മളൊന്ന് പ്രസവിച്ചു എന്ന് പറഞ്ഞ അങ്ങ് നാടൻ ഭാഷ പറഞ്ഞാൽ പെറ്റി കിടക്കുമല്ല വേണ്ട കാലം വരെ, അങ്ങനെയല്ല. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്തില്ല, നിങ്ങൾ വേണ്ട പോലെ ടേക്ക് കെയർ ചെയ്തില്ല, അല്ലെങ്കിൽ ഇച്ചിരി കൊളാജനാണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നത് ഏത് അവയവത്തിന്റെയും, പിന്നെ സ്കിന്നിന്റെ ഭംഗിയൊക്കെ നിലനിർത്തുന്നത്. അപ്പൊ ആ ഒരു കൊളാജൻ ഉത്പാദിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ആ സമയത്ത് നിങ്ങൾ കഴിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു ഹാങ് ആയി പോയ ബ്രസ്റ്റ് തിരിച്ച് ഒന്ന് ഫിറ്റ് ആയി വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ആ സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മസാജും എക്സസൈസും കൊളാജനൊക്കെ അടങ്ങിയ നല്ല ഫുഡുകളും കഴിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഹാങ് ആയി പോയ ആ ഒരു പ്രസവത്തോടെ ഹാങ് ആയി പോയ ബ്രസ്റ്റ് ഒക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് ഒരു 95% എത്തിക്കാൻ പറ്റും. അങ്ങനെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും ടേക്ക് കെയർ ചെയ്യണം. അത് അറിയില്ലാത്തവരൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ച് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവരോടൊക്കെ ചോദിച്ച് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇനിയിപ്പം ഡെലിവറി ആവാനുള്ള ഒത്തിരി പേർക്ക് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ ഇൻ കേസ് ഇനിയിപ്പം അന്നേരം എക്സസൈസ് ചെയ്തില്ല, മസാജ് ചെയ്തില്ല, നമ്മളൊരു ഫുഡും മര്യാദയ്ക്ക് കഴിച്ചില്ല, ഓക്കെ അങ്ങ് വല്ലാതെ ഹാങ് ആയി കിടക്കുവാന്ന് വെച്ചോ നിങ്ങളുടെ ബ്രസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയാണെങ്കിലും നിങ്ങൾക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രസ്റ്റ് ഒക്കെ ഒന്ന് പിന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് ആകാൻ, ഒത്തിരി ഹാങ് ആയി പോയ ബ്രസ്റ്റ് ഒന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് ആകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒത്തിരി എക്സസൈസുകൾ യൂട്യൂബ് വീഡിയോയിൽ കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അതിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഞാൻ അതിന്റെ വീഡിയോസ് ഇട്ട് തരാം. അങ്ങനെ അപ്പൊ ആ ഒരു കാര്യം എന്തായാലും ദിവസം കുറച്ചു നേരമെങ്കിലും. പിന്നെ മസാജ് ഒത്തിരി ഗുണം ചെയ്യും. ആ ഒരു സ്ഥലത്തുള്ള പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇതൊക്കെ കൂടി ഒന്ന് പിന്നെ ആവശ്യത്തിനുള്ള ഹോർമോണും കാര്യങ്ങളും ഒക്കെ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മസാജ് ഒത്തിരി ഗുണം ചെയ്യും. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഭയങ്കരമായിട്ട് ഒരു രക്ഷയില്ല നിങ്ങൾക്ക് എന്ന് തോന്നുവാണെങ്കിൽ സർജറി അങ്ങനത്തെ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോയാൽ അതിൻ്റെതായ കോംപ്ലിക്കേഷൻ, പൈസ ചെലവൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ പോകണേ സൈസിന്റെ കാര്യത്തിലൊക്കെ ഞാൻ പറയണേ, സൈസൊക്കെ പിന്നെ തീരെ കുറവാണ്, സർജറി ചെയ്താൽ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് വിടുന്നുണ്ട്. അതിന് കുറെ സൈഡ് എഫക്ട് മീൻസ് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിസ്ക് ആണ്. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്, പൈസ മുടക്കാൻ പറ്റുമെങ്കിൽ സർജറി ഒക്കെ അവൈലബിൾ ആണ്. കോസ്മെറ്റിക് സർജനെ കണ്ടിട്ട് നിങ്ങൾ ആ വഴി പോവാം. ഇനിയിപ്പോ നമ്മൾ സാധാരണക്കാർക്ക് അതൊന്നും പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മസാജ്, എക്സസൈസ്, പിന്നെ ചില ഫുഡുകളൊക്കെ കഴിക്കാന്നുള്ളതാണ്. ഫുഡുകൾ ഏതൊക്കെ കഴിക്കണം എന്ന് ചോദിച്ചാൽ കുറേ മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. ചേച്ചി ഏത് ഫുഡ് കഴിച്ചാൽ ബ്രസ്റ്റ് സൈസ് കൂടും, ഏത് കഴിച്ചാൽ പിന്നെ ഹാങ് ആയത് ശരിയാവും എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ വഴികളെല്ലാം പരാജയപ്പെട്ടു നിങ്ങൾക്കെങ്കിൽ പിന്നെ നമുക്കൊരു അവസാന പിടിവള്ളി എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഒത്തിരി ഹാങ് ആയി പോയിട്ടുള്ള ബ്രസ്റ്റ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രാകളുണ്ട്. അങ്ങനെയുള്ളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ തീരെ കുറവ് സൈസ് ബ്രസ്റ്റ് ഉള്ളവർക്ക് പിന്നെ നല്ല പാഡ് വെച്ചിട്ടുണ്ട്, ഹെവി പാഡ് വെച്ചിട്ടുള്ള ബ്രാ ഉണ്ട്. അതാണെങ്കിലും നല്ല വെറുതെ പാഡ് വെച്ചിട്ട് കാര്യമില്ല, അതൊന്ന് പിന്നെ ഹോൾഡ് ചെയ്യുന്ന വിധത്തിൽ നല്ല പിന്നെ എനർജിയുള്ള ബ്രാ എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് ബ്രാകൾ വേണം. അങ്ങനെയുള്ള ബ്രാകൾ നമ്മൾ ഓൾറെഡി ഇപ്പം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒത്തിരി പേരായി എന്നോട് ഇത് ചോദിക്കുന്ന, ചേച്ചി ഫ്രോക്ക് നൈറ്റീസും സാരിയും ഒക്കെ സെയിൽ തുടങ്ങുന്നുണ്ടല്ലോ, ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് ബ്രായും കൂടി കൊണ്ടുപോവാ, അങ്ങനെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പാന്റീസ് അങ്ങനത്തെ അണ്ടർക്ലോത്തുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് സെയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പ്രമാണിച്ച് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള 2 ടൈപ്പ് ബ്രാകളാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് തീരെ ബ്രസ്റ്റ് സൈസ് കുറവുള്ളവർക്ക് കുറച്ചും കൂടി സൈസ് കൂടുതൽ തോന്നാൻ പാകത്തിന് പാഡ് വെച്ച് പ്രോപ്പർ ആയിട്ടുള്ള നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ടൈപ്പ് ബ്രായം. പിന്നെ ഉള്ളത് ഇനിയിപ്പം ബ്രസ്റ്റ് സൈസ് നന്നായിട്ടുണ്ട്, പക്ഷെ ഡെലിവറിയോട് കൂടി അല്ലെങ്കിൽ തടി കൂടിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ ഇച്ചിരി ഇടിഞ്ഞു തൂങ്ങിപ്പോയി ഹാങ് ആയിപ്പോയി എന്നുള്ളവർക്ക് അതൊന്ന് പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിട്ട് തോന്നുന്ന വിധത്തിലുള്ള അങ്ങനെ ഒരു ബ്രായും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഈ 2 ടൈപ്പ് ബ്രായും നമുക്ക് 21-ാം തീയതി എനിക്ക് ആദ്യത്തെ ബാച്ച് സ്റ്റിച്ച് ചെയ്ത് കിട്ടും.
അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ 22-ാം തീയതി പറ്റി ഞാൻ വീഡിയോ ഇടും, ഇല്ലെങ്കിൽ 22-ാം തീയതി എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക. അതിന്റെ ഫോട്ടോസ് ഓൾറെഡി ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ ഞാൻ അന്നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തരാം. അപ്പൊ നിങ്ങൾ 22-ാം തീയതി എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ മുതൽ നമുക്ക് അതിന്റെ സെയിൽ തുടങ്ങുമെന്ന് അർത്ഥം. 2 ടൈപ്പ് ബ്രായാണ് ഉള്ളത്, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ പിന്നെ കുറെ പേർക്ക് കുറെ കാര്യങ്ങള് ബ്രസ്റ്റിനെ കുറിച്ചുള്ള ഡൗട്ടുകളുണ്ട്. അത് ജസ്റ്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യോടെ. കുറെ പേർക്കുള്ള സംശയമാണ്, പിന്നെ എന്തൊക്കെ കഴിച്ചാൽ നമുക്ക് ബ്രസ്റ്റ് സൈസ് കൂടി വരും, ഭക്ഷണം കൊണ്ട് അങ്ങനെ കൂട്ടാൻ പറ്റുമോ, പിന്നെ ഒത്തിരി ഹാങ് ആയി പോയ ഇത് പിന്നെ മസില് നല്ല എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസിൽ കൂടുമ്പോൾ ബ്രസ്റ്റ് സൈസ് കൂടും. അങ്ങനെ കുറെ സംശയങ്ങൾ എനിക്ക് വാട്സപ്പിൽ വരാറുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ ഇല്ലാത്ത ഒരു അവയവമാണ്. വളരെ നേർത്ത കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള മസില് നമ്മുടെ നിപ്പിളിന്റെ അടുത്ത് മാത്രമേ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു മസിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്, വളരെ കുറച്ച്. ബാക്കി നമ്മുടെ ബ്രസ്റ്റിന് ഒന്നാമത്തെ കാര്യം മസിലില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യണേ, മസിലാണ് ബിൽഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ മസിലിന്റെ പുറത്തോട്ട് കുറച്ച് ഫാറ്റും കൂടി അടിയുമ്പോഴാണ് ആ ഭാഗം നല്ല സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് ഷേപ്പായിട്ട്, മസിലാണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ബോഡി ഷേപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോ ബ്രസ്റ്റിന് മസിലില്ല, അത് മനസ്സിലാക്കണം. ആകെയുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ പെക്ടോറസ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന്റെ മുകളിൽ ഉള്ള പിന്നെ പെക്ടോറസ് മേജർ, പെക്ടോറസ് മൈനർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചെസ്റ്റിന്റെ മസിലുണ്ട്. അതിന്റെ മുകളിലാണ് ബ്രസ്റ്റ് സിറ്റ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുക. ഈ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് 3 ടൈപ്പുള്ള ടിഷ്യൂ കൊണ്ടാണ്. ഒന്ന് ഫാറ്റി ടിഷ്യൂ, പിന്നെ ഗ്രാനുലാർ എന്ന് പറയുന്ന അങ്ങനത്തെ ടിഷ്യൂ, പിന്നെ ഫൈബ്രസ്. ഇങ്ങനത്തെ 3 തരം ടിഷ്യൂകൾ കൊണ്ടാണ് നമ്മുടെ ബ്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൽ മസിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ കുറേ കടന്ന് വർക്കൗട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് അതേ പ്രമാണിച്ച് നമുക്ക് ബ്രസ്റ്റ് സൈസ് കൂടാൻ പോകുന്നില്ല, മസിൽ ബിൽഡ് ചെയ്തിട്ട്. പക്ഷേ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് മസിൽ ഓൾറെഡി ബിൽഡ് ആവാൻ തുടങ്ങും. അപ്പൊ ചെസ്റ്റ് മസിലിന്റെ മണ്ടയ്ക്കാണ് നമ്മുടെ ബ്രസ്റ്റ് ഇരിക്കുന്നത്. അപ്പം ആ ചെസ്റ്റ് മസിൽ സ്ട്രോങ് ആയി പിന്നെ ബിൽഡ് ആകുമ്പോൾ അതിന്റെ മുകളിലിരിക്കുന്ന സാധനത്തിന് താങ്ങ് കിട്ടുമല്ലോ ഓട്ടോമാറ്റിക്കലി, അത് ഇച്ചിരി സ്ട്രെങ്ത് ആവുമല്ലോ. അതാണ് നമ്മൾ എക്സസൈസിൽ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം സൈസ് കൂട്ടുന്ന കാര്യം. ഫാറ്റി ടിഷ്യൂ ഇങ്ങനത്തെ ഫൈബ്രസ് ടിഷ്യൂ ഒക്കെ കൂടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഒരു ബ്രസ്റ്റ് എന്ന് പറയുന്ന അവയവം വലുതാവണമെങ്കിൽ കുറച്ച് ഫാറ്റി ടിഷ്യൂ അവിടെ ഉണ്ടാകണം. ഫാറ്റി ടിഷ്യൂ ഉണ്ടാവണമെങ്കിലും ബാക്കിയുള്ള സംഗതികൾ ഉണ്ടാവണമെങ്കിലും 2-3 തരത്തിലുണ്ടാവാം. ഒന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ കൂടി ഫാറ്റ് കൂടുതൽ കിട്ടുന്നതിൽ കൂടി, അങ്ങനെ ഫാറ്റ് അടിയുന്നതിൽ കൂടി ബ്രസ്റ്റ്. പിന്നെ ഹോർമോണിന്റെ കളികളാണ് ബാക്കി എല്ലാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതേ പുറകിലേക്ക് പോകണം എന്ന് വെച്ചാൽ നമുക്ക് മെൻസസ് ഒക്കെ ആവുന്ന ഒരു കാലഘട്ടത്തില്, ഒരു പുവേർട്ടിയിലേക്കൊക്കെ പോകുന്ന ആ ഒരു സമയത്ത്, കൗമാര കാലഘട്ടത്തില് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഈസ്ട്രജനും പിന്നെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന 2 ഹോർമോണുകൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കുവാണെങ്കിൽ, കൊടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പിന്നെ ഈ ഒരു ബ്രസ്റ്റ് സൈസിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ അത്തരം ഹോർമോണുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫാറ്റി ടിഷ്യൂ ഒക്കെ ആ സമയത്ത് ഉണ്ടായി, ഫൈബ്രസ് ടിഷ്യൂ ഒക്കെ ഉണ്ടായി, ബ്രസ്റ്റ് കുറച്ച് സൈസ് കൂട്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചെറുപ്പത്തിൽ നിങ്ങൾ ഇനിയിപ്പോ കതിരിൽ വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ബ്രസ്റ്റ് സൈസ് ഒക്കെ കൂടണമെങ്കിൽ ചെറുപ്പം മുതലേ പിള്ളേർക്ക് വല്ലതും നല്ല സാധനങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ അമ്മമാരൊക്കെ പറയത്തില്ലേ, പിള്ളേര് വരുന്ന പെൺപിള്ളേരാ വളർന്നു വരുന്ന സമയമാ, ഇപ്പൊ കുറച്ച് കെയർ ഒക്കെ ചെയ്താലേ മിടുക്കിയായിട്ട് ഇരിക്കുള്ളൂ, അങ്ങനെയൊക്കെ നമ്മുടെ പ്രായമുള്ളവർ പറഞ്ഞുതരും. മഞ്ഞളൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കുക, കസ്തൂരി മഞ്ഞളൊക്കെ മുഖത്തിടുക, അതിന് എണ്ണ തേച്ച് കുളിപ്പിക്കുക, നന്നായിട്ടൊന്ന് ഒഴിഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ പറയുന്നത് ഇതാണ് അതിന്റെ പുറകിലെ സയൻസ്. പിന്നെ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറയും. ഈ നല്ല ഭക്ഷണത്തിൽ പെടുന്ന വെച്ചാൽ ഓവർ കാർബോഹൈഡ്രേറ്റ് അടിച്ചു കയറ്റി കൊടുത്ത് ഡയബറ്റിക് ആക്കരുത്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് പ്രമാണിച്ച് നിങ്ങളുടെ ചെറിയ പെൺപിള്ളേർക്കൊന്നും അങ്ങനെ കൊടുത്തിട്ട് ആക്കുമല്ല വേണ്ട. എന്നാലും നിങ്ങളിപ്പം ഏത്തപ്പഴം പോലെയുള്ളത്, കുറച്ച് നട്ട്സ്, ബദാം, പിന്നെ കുറച്ച് എന്താ പറയാ ഉലുവയൊക്കെ ഭക്ഷണ സാധനത്തിൽ കുറച്ച് കൂടുതൽ, ഇതൊക്കെ ഈസ്ട്രജൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയാ പിന്നെ ഈന്തപ്പഴം, അതൊന്നും ഈ പറയുന്ന ഒന്നും നിങ്ങൾ ഓവർ കൊടുത്ത് പിന്നെ പിള്ളേരെ ഡയബറ്റിക് ആക്കരുത്. പക്ഷേ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. ആ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ചിയാ സീഡ്, ഫ്ലേക്സ് സീഡ്, അതുപോലെ നമുക്ക് ആശാളിയേരി, കരിഞ്ജീരകം, ഇതെല്ലാം ഹോർമോൺ ഉണ്ടാക്കും, ബാലൻസ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഒരു 10-13 വയസ്സായ 10 വയസ്സ് മുതലൊക്കെ ഉള്ള പിള്ളേർക്ക് നമ്മൾ കൊടുത്തു തുടങ്ങുവാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ ഉണ്ടായി. അപ്പം നമുക്ക് ഫിറ്റ് ആയിട്ടുള്ള ഈ ബ്രസ്റ്റ്, ബട്ടക്ക്, നമ്മളെല്ലാ സ്ത്രീകളുടെ ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സൗന്ദര്യത്തെ കുറിച്ച് പറയരുത്, പിന്നെ അതിനെക്കുറിച്ച് പറയരുത്,
പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാ ലേഡീസെ പറയുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ, പറയണ്ടേ, എല്ലാ കാര്യങ്ങളും അറിയണ്ടേ. അപ്പം എല്ലാ സ്ത്രീകളുടെ ഒരു സ്വപ്നമാണ് നല്ല മുഖക്കുരു ഇല്ലാത്ത ഒരു മുഖം, കുറച്ച് പിന്നെ താരനില്ലാത്ത മുടി, കുറച്ച് നീളമുള്ള മുടി, ചിലവർക്ക് പിന്നെ ചെറിയ മുടിയൊക്കെ കട്ടിയുള്ള മുടി, പിന്നെ കുറച്ച് എന്താ പറയാ ബ്രസ്റ്റ് സൈസ് ഒക്കെ നല്ല ഫിറ്റ് ആയിട്ട് നല്ല റൗണ്ട് ഭംഗിയുള്ള ബ്രസ്റ്റ്, പിന്നെ കുറച്ച് ബട്ടക്ക്, ഇതൊക്കെ ആഗ്രഹിക്കാൻ താരമുള്ള ലേഡീസ് ആയിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവർക്കും. പിന്നെ ഈ കല്യാണം കഴിക്കാൻ സമയത്ത് പുരുഷന്മാർക്ക് ഇതൊക്കെ തന്നെയാണ് ഭാര്യമാരെ കുറിച്ചുള്ള കുറച്ച് സങ്കല്പങ്ങൾ. അതിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമെന്നുള്ളൂ. എന്നാൽ ഓവറോൾ ഇതൊക്കെ തന്നെയാണ് ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് എല്ലാ ലേഡീസിന്റെ ഒരു ആഗ്രഹം. പിന്നെ അതിൽ ഇല്ലാത്തവര് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കുറ്റം പറയുന്ന എന്തിനാന്ന് ചോദിച്ച് വയലുണ്ടാകും. പിന്നെ ഉള്ളവര് അത് പറഞ്ഞ് വിഷമിപ്പിക്കേണ്ട മറ്റുള്ളവരെ എന്ന് പറഞ്ഞ് അങ്ങനെ സഹാനുഭൂതി കാണിക്കും. ഇതൊക്കെയാണെങ്കിലും ഇന്നർ മനസ്സിൽ എല്ലാവരുടെയും സ്വപ്നമൊക്കെ ഇതൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ബ്രസ്റ്റും, അത്യാവശ്യം ഭംഗിയുള്ള നല്ല ഷേപ്പുള്ള ബോഡിയും, ഫിറ്റ് ആയിട്ടുള്ള ബോഡിയും, പിന്നെ നല്ല മുടിയും ബട്ടക്കും ഒക്കെ വേണം, നല്ല ബോഡി ഷേപ്പ് വേണം. അത് ഇപ്പൊ മറ്റുള്ളവരെ കാണിക്കാൻ തന്നെ ആയിരിക്കത്തില്ല, നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് തോന്നാനും സ്വയം ഒരു സന്തോഷം തോന്നാനും ഒക്കെ നമ്മളെല്ലാ ലേഡീസിന്റെ ഒരു സ്വപ്നമാണ്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ചെറുപ്പം മുതലേ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നന്നായിട്ട് ഏത്തപ്പഴമൊക്കെ, ഇപ്പൊ ഒരു ഏത്തപ്പഴമെങ്കിലും ഒരു ദിവസം നമ്മൾ കൗമാരപ്രായമുള്ള പെൺപിള്ളേർക്കൊക്കെ കൊടുക്കുക. ആ ഒരു രീതിയിൽ ഓവർ കൊടുക്കണ്ട. അങ്ങനെ കുറച്ച് നട്ട്സ്, ബദാം, ഈന്തപ്പഴം, കടലവർഗ്ഗങ്ങള്, ഭക്ഷണത്തിൽ കുറച്ച് പയറുവർഗ്ഗങ്ങള്, ചെറുപയർ അതൊക്കെ ഉൾപ്പെടുത്തുക. അങ്ങനത്തെ 1-2 ഈന്തപ്പഴം എല്ലാ ദിവസവും തിന്നാൻ കൊടുക്കുക. പിന്നെ ഗീ കഴിക്കാൻ കൊടുക്കുക. ഇതൊക്കെ നമുക്ക് നല്ല ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കും, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ. അതാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ബിൽഡ് ചെയ്യാൻ ആ ഏജിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഏജിൽ എന്തുണ്ടായോ അത് എന്തായാലും കുറച്ച് നിൽക്കും. പിന്നെ ഒരു കാര്യം, ജീന്. പാരമ്പര്യമായിട്ട് നമുക്കിപ്പം അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയ്ക്കൊക്കെ നല്ല ബ്രസ്റ്റ് സൈസും ബട്ടക്കും നല്ല ബോഡി ഷേപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കും ആ ഒരു ജീൻ പകർന്നു കിട്ടുമ്പോൾ കുറച്ച് ആ ഒരു രീതിയിൽ ബിൽഡ് ആവും. ജീനിന്റെ കളി ഉണ്ടല്ലോ ഒരു സൈഡിൽ കൂടെ, ഹോർമോൺ മാത്രമല്ലല്ലോ. അപ്പൊ ജീൻ എങ്ങനെയാണോ അതിന്റെ മുകളിലേക്ക് ഫാറ്റ്. ഇപ്പൊ നമ്മള് ചിലരെ കണ്ടിട്ടില്ലേ, ഇച്ചിരി ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്, പക്ഷെ അവർക്ക് കൊലഞ്ഞ മുടിയായിരിക്കും. കുറച്ച് ഭക്ഷണമായിരിക്കും നമ്മൾ കഴിക്കുന്നതിന് 1/3 ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്, പക്ഷെ അവർക്ക് ഭയങ്കര നല്ല ഫിറ്റ് ആയിട്ടുള്ള റൗണ്ട് ഭംഗിയുള്ള ബ്രസ്റ്റും വട്ടക്കും ഒക്കെ ഒരു പറയുണ്ടാവും. അങ്ങനെ അപ്പൊ അത് കാണുമ്പോൾ നമ്മൾക്ക് ദൈവമേ മെലിഞ്ഞു തെളിഞ്ഞിരിക്കുന്നു, ഇവർക്ക് ഇത്രയും നല്ല ഫിറ്റ് ആയിട്ടുള്ള ഭംഗിയായിട്ടിരിക്കുന്നോ, ഇതെങ്ങനെ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. അത് ചിലപ്പോൾ ജീൻ വഴി കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ജീൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡാണ് നമ്മൾ കഴിക്കുന്നെങ്കിൽ അതിൽ നിന്നുള്ള ഫാറ്റൊക്കെ ഇതിന്റെയൊക്കെ മുകളിൽ പോയി അടിഞ്ഞ് ആവശ്യത്തിന് ഷേപ്പും ഭംഗിയൊക്കെ ആയിട്ട് അങ്ങനെ. അല്ലെങ്കിൽ കുറച്ച് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അത് ആ മുടി വളരണം എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് പോയിട്ട് നല്ല കൊലഞ്ഞ മുടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വശത്തോടെ വരും. അപ്പൊ ഇതൊക്കെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹോർമോണും ഫുഡും പിന്നെ നമുക്ക് പുറമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എക്സസൈസ്, മസാജ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പം ഞാൻ ഇതിനു മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരം മുഴുവൻ റിജിനേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് കഴിക്കുന്നു അതനുസരിച്ച് നമ്മുടെ സെല്ലുകൾ പുതുക്കപ്പെടുന്നുണ്ട്, പഴയ സെല്ലുകളെല്ലാം പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് കാലത്ത് നല്ല ഭക്ഷണം കഴിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ബ്യൂട്ടി ഹെൽത്ത് ഒക്കെ കൂടും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ മെലിഞ്ഞ് തൊലിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ ഇനി ഞാൻ ചാവുന്നവരെ ഇങ്ങനെ ഇരിക്കുള്ളൂ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനിയാണെങ്കിലും നമുക്ക് കഴിച്ചു തുടങ്ങാം, അതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ചേഞ്ചസ് ഉണ്ടാവും. ഇനിയാണെങ്കിലും നമുക്ക് എക്സസൈസ് തുടങ്ങാം, അതനുസരിച്ച് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും. ഇനിയിപ്പോ ഇതൊന്നും വയ്യ, എക്സസൈസും വയ്യ, സമയവും ഇല്ല, പിന്നെ ഫുഡും നല്ലത് കിട്ടാനുള്ള സാമ്പത്തിക ഇതും ഇല്ല, ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, നമ്മുടെ കോൺഫിഡൻസ് കളയാതെ എനിക്ക് ഉള്ളതിൽ ഓണം പോലെ ഞാൻ ഇങ്ങനെയാണ്, ഇനിയിപ്പോ എനിക്ക് ഇത് ഇങ്ങനെ ഉള്ളൂ, അപ്പൊ എനിക്ക് ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, ഞാൻ ചിരിച്ച് സന്തോഷിച്ച് എനിക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ ഇങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ജീവിക്കും എന്നുള്ള കോൺഫിഡൻസ് മനസ്സിൽ കൊണ്ടുവരാം. ഉള്ളവർക്കുണ്ടാവട്ടെ, ഇല്ലാത്തവരിലും ഇല്ല. ഇങ്ങനെ ഇനിയിപ്പോ അതും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ഓപ്ഷനാണ്. നിങ്ങൾ ഇങ്ങനെ പാട് വെച്ച ബ്രായൊക്കെ മേടിക്കുക. പിന്നെ സൈസ് കുറവുള്ളവർ, പിന്നെ ഒത്തിരി ഹാങ് ആയി പോയവർക്ക് ഒന്ന് ഫിറ്റ് ആയി നിൽക്കുന്ന വിധത്തിലുള്ള ബ്രാ ഇടുക. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ ഫിറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 22-ാം തീയതി എനിക്ക് മെസ്സേജ് ഇടുക. നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലത്തെ ബ്രായാണ് അത്. പിന്നെ ഇതിന്റെ കൂടെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞോളൂ കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോ എന്റെ കാര്യം കൂടി ഞാൻ പറയണല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ എനിക്ക് ഞാൻ ഈ മഞ്ഞളൊക്കെ പൊടിപ്പിക്കാൻ പോകുന്ന ജിമോൾ എന്ന് പറയുന്ന അവളുടെ അമ്മ, അതാണ് ഞങ്ങളുടെ തറവാട്ടിലെ കുഞ്ഞുമ്മ എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞുമ്മയ്ക്ക് ഭയങ്കര സ്നേഹം എല്ലാവരോടും, എന്നോട് എസ്പെഷ്യലി ഭയങ്കര സ്നേഹമുണ്ട്. ഞാനാണ് ആ കുടുംബത്തിലെ മൂത്ത പെങ്കൊച്ചെന്ന് പറയുന്നത്. അപ്പൊ എന്നെ തീറ്റിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള എല്ലാവരുടെയും എയിമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്റെ തലത്തൊട്ടമ്മയുണ്ട്. എനിക്ക് ഭയങ്കര കൊതികുത്തൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു, ഭയങ്കര ദേഷ്യക്കാരിയും കൊതികുത്തുകാരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ മിക്ക ദിവസം ഞാൻ കൊതികുത്തും, എന്തെങ്കിലും ഒരു നിസാര കാര്യം മതി എനിക്ക് കൊതികുത്തും. അപ്പൊ ഞാൻ കൊതികുത്തി അങ്ങോട്ട് പോകാതെ ഇരിക്കും തറവാട്ടിലേക്ക്. അപ്പൊ ഈ അമ്മ പാവം എന്ത് ചെയ്യുന്ന അറിയോ, അപ്പച്ചന്റെ അമ്മയാണ് അമ്മ പാവം. അമ്മയ്ക്ക് നിർബന്ധമാണ് എല്ലാവരും വന്നിട്ട് രാവിലെ ആ വീട്ടിൽ നിന്ന്
രാവിലെയും വൈകുന്നേരം ചായ കുടിച്ചിരിക്കണം. അവിടെ കുറെ പശുവൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ പാലൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പാലൊക്കെ കറന്ന് കാച്ചാതെയൊക്കെ തരുന്ന കളയോട്ടോ ഒരു സമയത്ത് അമ്മയ്ക്ക് അത്ര വലിയ എന്താ ഇന്നത്തെ കാലത്തെ പോലെ അങ്ങനെ ആദവും ഭൂതം വിവരമൊന്നും ഇല്ല. പക്ഷെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറാണ്, അതാണ്. പിന്നെ നല്ല തൻ്റെ ഉള്ള നല്ല മിടുക്കിയ സ്ത്രീയാണ്. പക്ഷെ എല്ലാവരോടും ഭയങ്കര സ്നേഹവും സഹാനുഭൂതിയാണ്. അങ്ങനെയാണ് അമ്മയുടെ ഒരു നേച്ചർ. എന്നിട്ട് സാറ എന്ന പേര്, അതാണ് എന്റെ തലത്തിട്ട പേര് കേട്ടോ, സാറ. അങ്ങനെ കുറെ പേർക്ക് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിയത്തില്ല, ഞാൻ പക്ക ക്രിസ്ത്യാനിയാണേ. അങ്ങനെ ഓക്കെ. എന്നിട്ട് പേരൊക്കെ ഹിന്ദുക്കളുടെ പേരാണ്, ബിന്ദു, അശ്വിൻ എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദു, ഞങ്ങൾ ക്രിസ്ത്യൻസ് തന്നെയാണ്. അപ്പൊ അങ്ങനെ എന്നിട്ട് ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ, കപ്പില് 2 ഗ്ലാസ് ചായയാണ് എല്ലാരും കുടിക്കേണ്ടത്. ശരിക്കും അബദ്ധം അത്, 2 ഗ്ലാസ് ചായ ഒന്നും കുടിക്കാൻ പാടില്ല. ചുമ്മാ കഫീൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അങ്ങനെ എന്നിട്ട് നന്നായിട്ട് ചായപ്പൊടി ഒക്കെ ഇട്ട് 2 ഗ്ലാസ് ചായ അമ്മ, നമ്മുടെ വീട്ടിൽ ചായ ഉണ്ട്, നമുക്ക് രാവിലെ പാല് തന്നു വിടും, നമ്മുടെ വീട്ടിൽ നമ്മൾ ചായ കുടിക്കുന്നുണ്ട്. എന്നാലും അമ്മയ്ക്ക് അമ്മേന്റെ വീതം നമുക്ക് ചായ തന്നിരിക്കണം, എല്ലാവർക്കും, മക്കൾക്കും പിന്നെ കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും ഒക്കെ അമ്മേന്റെ വീതം ചായ തന്നിരിക്കണം, അത് നിയമമാണ്. അങ്ങനെ അപ്പം പിന്നെ അമ്മ ഈ ഒരു സ്റ്റീൽ കപ്പില് 2 ഗ്ലാസ് ചായ ഒരു ഗ്ലാസ്സുമായിട്ട് അമ്മ, ഞങ്ങളുടെ വീട് കുറേ കുന്നേല, അമ്മന്റെ തറവാട് താഴെയാ, കുറെ താഴെ. എന്നിട്ട് ഇവിടുന്ന് വലിഞ്ഞ് കയറി നടന്ന് എത്ര ദൂരം മൂളി വന്ന് വീട്ടിൽ വരും. എന്നിട്ട് എന്റെ കൊതുകുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നേരം പോലും ഞാൻ അവിടെ ചെന്ന് ചായ കുടിച്ചില്ലെങ്കിൽ അമ്മ ഇങ്ങനെ വരും. എന്നിട്ട് ബിന്ദു മോളേന്ന് വിളിച്ചോണ്ട് വരും കേട്ടോ. വന്നിട്ട് ഞാനത് കുറെ നേരം കൊതുകുത്തിരിക്കും. പിന്നെ അമ്മ ഇങ്ങനെ വലിഞ്ഞു കയറി ചട്ടയും മുണ്ടുമാണ് കൊടുക്കുന്നത് അമ്മ. നമ്മുടെ ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, ചട്ടയും മുണ്ടും ഒക്കെ എടുത്തിട്ടാണ്. എന്നിട്ട് അമ്മ ഇങ്ങനെ വലുതാണുമ്പോ പിന്നെ പാവം തോന്നി എനിക്ക്. പിന്നെ അന്നേരം എന്റെ ദേഷ്യം കുഞ്ഞു കാര്യത്തിന് ഞാൻ കൊതുകുത്ത്, ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു കേട്ടോ, കൊതുകുന്ന് വെച്ചാൽ കൊതുകുത്ത്. ആ സ്വഭാവമൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ, അങ്ങനെയാണ്. അങ്ങനെ അപ്പം പിന്നെ എന്നിട്ട് ഞാൻ പിന്നെ അന്നേരം പിന്നെ എന്റെ ദേഷ്യ സങ്കടമൊക്കെ കുറയും. പിന്നെ നിർബന്ധിച്ച് എന്നെ കുടിപ്പിച്ച് തലോടി പിന്നെ എന്നെ കെട്ടി വലിച്ച് വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ അങ്ങനെയാണ് എന്റെ. പിന്നെ അന്നത്തെ കാലത്ത് എല്ലാവരും പറയണേ, എനിക്ക് ദേഷ്യം വന്ന സങ്കടം വന്നാലും വാശി കയറി എന്റെ മൂക്ക് നീളുന്ന, മൂക്ക് നീണ്ടു അവിടെ മൂക്ക് നീണ്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ കളിയാക്കൂട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നേ എന്റെ ഒരു ബാല്യം ചെറുപ്പം. പറഞ്ഞു വന്നത്, ഈ കുഞ്ഞമ്മ, ഈ ബിജിമോളുടെ അമ്മ, എന്റെ ദേവീനെ എന്തോരം തീറ്റിക്കുന്നേന്ന് വെച്ചാ പറയണ്ടായിരുന്നു. പഴമൊക്കെ 2-3 ഏത്തപ്പഴമൊക്കെ തീറ്റിച്ച് ഫുഡ് ഈ സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്ന കൂടാതെ അവിടെ ചെല്ലുമ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പൊ അവിടെയാണ് ഫുൾ ടൈം ഞങ്ങള്. അങ്ങനെ എന്നിട്ട് അവിടുന്ന് ഉള്ള ഫുഡ് മുഴുവൻ തീറ്റിച്ച്, എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ നന്നായിട്ട് ഇതുപോലെ. പിന്നെ നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട്, നമ്മുടെ പിന്നെ സ്ഥലത്ത് എല്ലാത്തരം ഫ്രൂട്ട്സ് ഉണ്ട്. പേര, ചക്ക, മാങ്ങ, പപ്പായ, എല്ലാ ഫ്രൂട്ട്സും നമുക്കുണ്ട്. ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ നമുക്ക് ഒത്തിരി വയലുണ്ട്. അപ്പൊ കൃഷിയുണ്ട്, നമുക്ക് എല്ലാ സാധനവും ഉണ്ട്, പയറ് എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ നമുക്ക് കഴിക്കാനും കിട്ടുന്നുണ്ട്. പിന്നെ ആ കൂടെ ഇങ്ങനെ കുറെ എക്സ്ട്രാ ഇങ്ങനെ കുത്തിക്കയറ്റി നമ്മൾ തീറ്റിക്കുകയും ചെയ്യും. ഏത്തപ്പഴമൊക്കെ തിന്നിട്ട് ഞാൻ ഒരുമാതിരി ചക്കക്കുരു പോലെ ഇരുന്നു കേട്ടോ, മത്തങ്ങ പോലെ ഇരുന്നു കേട്ടോ. അങ്ങനെ അടിച്ച് കൊഴുത്ത് അങ്ങനെ ഇരുന്നത്. പക്ഷെ ഞാൻ പിന്നെ പ്രീ ഡിഗ്രി വരെ ഞാൻ സ്പോർട്സിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒരു 6-6:45 വീട്ടിൽ നിന്ന് പോകും. പിന്നെ ഗ്രൗണ്ടിൽ പോയി കിടന്ന് 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്ന ആ ഒരു സമയം വരെ നമുക്ക് പ്രാക്ടീസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കും. ഈ ഫുഡ് കൊണ്ട് ആ കൂടെ തന്നെ നമ്മൾ പോയിട്ട് ഭയങ്കരമായിട്ട് എക്സസൈസ്. എല്ലാ വർഷവും നമ്മൾ സ്പോർട്സിൽ പങ്കെടുക്കും 5 ഐറ്റംസിന്. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസം പ്രാക്ടീസിന് പോകണം. പിന്നെ ശനി പോണം, ഞായറാഴ്ച മാത്രമേ നമുക്ക് അവധിയുള്ളൂ. ശനിയാഴ്ച നമ്മൾ പ്രാക്ടീസിന് പോകണം. അങ്ങനെ ആയതുകൊണ്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഒരു 10 റൗണ്ട് ഓടിക്കും PT മാഷ്. പിന്നെ PT മാഷ് ഇല്ലാത്ത ദിവസം നമ്മളത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒത്തിരി പേരുണ്ടാവും ഗ്രൗണ്ടിൽ, അങ്ങനെ എല്ലാവരും സ്പോർട്സിന് ഉള്ള. അപ്പൊ അങ്ങനെ പോയിട്ട് ഓടി. പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് ഒത്തിരി എക്സസൈസ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അതും ഒരു ഘടകമായി നമുക്ക് അത്യാവശ്യം ഫിറ്റ് ആയിട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പ് ഒക്കെ അന്നേ മുതൽ കിട്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് അതൊരു കാരണം. പിന്നെ ഫുഡ്. അപ്പൊ ഞാൻ ഓർക്കുവാണ് എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉപകാരമായത്. നന്നായിട്ടൊരു ബ്രസ്റ്റ് സൈസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഈ കാര്യങ്ങളാണെന്ന് പിന്നീട് നമ്മൾ മെഡിക്കലി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ശരി, എന്റെ ബാല്യത്തിൽ എനിക്ക് ഇതൊക്കെ കിട്ടിയതുകൊണ്ടായിരിക്കും എനിക്ക് അത്യാവശ്യം നല്ല ബ്രസ്റ്റ് സൈസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റിയതെന്ന് നോക്കും. എന്നിട്ട് ഞാൻ സൗദി അറേബ്യയിൽ ജോലിക്ക് പോയപ്പം അവിടെയുള്ള പിന്നെ ഈ ഫിലിപ്പീൻസ് അങ്ങനെയൊക്കെയുള്ള ബാക്കി സുഡാനി, നമ്മളെ ഇന്ത്യക്കാര്, പാകിസ്ഥാനികൾക്ക് ഇവർക്കൊന്നും ബ്രസ്റ്റ് സൈസിന് ഒരു ക്ഷാമമില്ല. ഓക്കെ. പക്ഷേ ഈ ഫിലിപ്പീൻസിന്, കൊറിയക്കാര് അങ്ങനെയൊക്കെയുള്ളവർക്ക് ഭയങ്കര ബ്രസ്റ്റ് സൈസ് കുറവായിരിക്കും. അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടമാണ്. എല്ലാവർക്കും ആഗ്രഹം ഇത് തന്നെയാണല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. അപ്പൊ എന്നെ കാണുമ്പോൾ മിക്കവരും അതിൽ കുറേ പേരെന്നോട് ചോദിക്കുവാണ്, പിന്നെ ഇത് ഒറിജിനലാണ് എങ്ങനെ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയും ഒറിജിനലാണ്. അപ്പൊ നമ്മുടെ കൂടെയുള്ള മലയാളീസിന് അറിയാം, നമ്മള് പിന്നെ അലക്കിയിടുന്ന ഡ്രസ്സൊക്കെ കാണുമ്പോൾ അറിയാം നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ ഒന്നും വെച്ചിട്ടല്ല, ഓക്കെ ഉള്ളത് തന്നെയാണ്, അങ്ങനെ മനസ്സിലാവുമല്ലോ. പക്ഷെ ഇവർക്ക് സംശയമാണ്. എന്നിട്ടൊരു ദിവസം
ഒരു പാർട്ടി നടക്കണേ, പാർട്ടി ഹാളില്. അപ്പം പിന്നെ മേട്ടനായിട്ടുള്ള ഒരു പുള്ളിക്കാരിയുണ്ട്, പിന്നെ ഫിലിപ്പീനിയ പുള്ളിക്കാരി. ഇങ്ങനെ പാർട്ടിയൊക്കെ നടക്കണേ, പാർട്ടിക്ക് നമ്മൾ നന്നായിട്ട് ഒരുങ്ങി ഭയങ്കര ആഘോഷമായിട്ടാണോ നമ്മൾ ചെല്ലുക. അപ്പൊ എന്റെ ഓർമ്മ വരുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് ഭയങ്കര പാർട്ടി നടക്കുന്ന ഉറച്ച ഹാളിൽ ആൾക്കാരാണ്. പുറമേ നിന്നുള്ള ലേഡീസിനെ ഇൻവൈറ്റ് ചെയ്യും, ഡോക്ടേഴ്സിന്റെ ഭാര്യമാരെയൊക്കെ. അപ്പൊ അവര് സുഡാനികളും ബാക്കി സൗദികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ ഒരുങ്ങി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്കാരി എല്ലാവരും നല്ല രസമുണ്ട്, അങ്ങനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും കേട്ടോ. നല്ല ഡ്രസ്സാണല്ലോ, നല്ല ഇതാണല്ലോ. പിന്നെ നമ്മൾ വീഡിയോസ് എടുക്കുന്ന, ഫോട്ടോസ് എടുക്കുന്ന അങ്ങനെയൊക്കെ കേട്ടോ. അങ്ങനെ അപ്പൊ ഈ പുള്ളിക്കാരി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പുള്ളിക്കാരി എന്നെ എപ്പോ ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നത്, സ്നേഹം കൊണ്ടാണ്, കൊതി കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്, അങ്ങനെയൊക്കെ കേട്ടോ. യു ആർ ബ്യൂട്ടിഫുൾ, എന്ത് രസാ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എന്നെ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പൊ പുള്ളിക്കാരി എന്നോട് വന്നിട്ട് ചോദിച്ചു, നല്ല രസമുണ്ടല്ലോ ഡ്രസ്സ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ശരിക്കും ഇത് ഒറിജിനൽ, സത്യം പറ ബിന്ദു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിരി വരും. ഇപ്പൊ അത് പറയുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്ന കാര്യം ഇതിനോടനുബന്ധിച്ച് പറയണേ. അപ്പൊ ഞാൻ പറഞ്ഞു, അതേ സിസ്റ്റർ ഒറിജിനൽ ആണല്ലോ എന്ന് പറഞ്ഞിട്ടോ. അത് കഴിഞ്ഞപ്പോ ഉറപ്പാണോ, പിന്നെയും എന്നോട് ചോദിക്കുകയാണെ ഉറപ്പാണോ. പിന്നെ അപ്പൊ എന്നോട് ചോദിച്ചു, ക്യാൻ ഐ സീ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ ഞാൻ എന്തോ പോലെ കേട്ടോ, എനിക്കിതൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു നോ എന്ന് പറഞ്ഞിട്ടോ, കാണാൻ പറ്റും. എന്നിട്ട് ഈ പുള്ളിക്കാരി ഭയങ്കര ഫ്രീഡം എടുത്തിട്ട് എന്റെ ഉടുപ്പിങ്ങനെ മാറ്റിയിട്ട് ഒണിഞ്ഞ് നോക്കിട്ടോ, പുള്ളിക്കാരി ഓ മൈ ഗോഡ് ദിസ് ഈസ് ഒറിജിനൽ എന്ന് പറഞ്ഞ ഭയങ്കര ബഹളോട്ടോ. അപ്പൊ ചുറ്റുള്ളവരെല്ലാം കൂടെ കൂട്ടച്ചിരിട്ടോ, എല്ലാരും കൂടി ഭയങ്കര ചിരിയിട്ട്. വന്നിട്ട് പുള്ളിക്കാരി തലേ കൈ വെച്ചിട്ട്, ദൈവമേ ഞാനിത് ആർട്ടിഫിഷ്യൽ ആണെന്ന് ഓർത്തത്, പക്ഷെ ഇത് ഒറിജിനൽ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പെർഫോമൻസ് കൊടുക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞ ചമ്മി. പക്ഷെ എനിക്ക് ദേഷ്യം അങ്ങനെയൊന്നും തോന്നില്ല കേട്ടോ. പുള്ളിക്കാരിന്റെ ആ ഒരു രീതിയും കാര്യങ്ങളും കണ്ടപ്പോ പുള്ളിക്കാരി എന്തായാലും പൊക്കി നോക്കി, ഇനിയിപ്പോ പറഞ്ഞ കാര്യമില്ലല്ലോ. അങ്ങനെ എന്നിട്ട് ഭയങ്കര പെർഫോമൻസ് ഇട്ടോ, അങ്ങനെ ഭയങ്കര ചിരി, ചമ്മലും പക്ഷെ ഭയങ്കര ഒരു എന്താ ചിരി എല്ലാം കൂടി വന്ന ഒരു ദിവസത്തിന്റെ ഓർമ്മയാണ് കേട്ടോ അത്. അങ്ങനെ അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും ആഗ്രഹമാണ്. ഇപ്പൊ ഏത് മതത്തിലുള്ളവർ, ഏത് ജാതിയിലുള്ളവരായിക്കോട്ടെ, ഏത് രാജ്യക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ആഗ്രഹമാണ് നമുക്ക് നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് വേണം, ബട്ടക്ക് വേണം, ബോഡി ഷേപ്പ് വേണം എന്നൊക്കെ. ഇതിനെല്ലാം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യുക. ഞാനിപ്പോ എല്ലാ ദിവസവും ഇല്ല, ഇന്നലെ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ചില ദിവസങ്ങൾ നമുക്ക് സമയം കിട്ടാതെ ആകുമ്പോൾ സ്കിപ്പ് ചെയ്യും. എല്ലാ ദിവസങ്ങളിലെല്ലാം ഞാൻ എക്സസൈസ് ഇപ്പൊ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 55-60 മിനിറ്റിന്റെ ഒരു എക്സസൈസ് ഉണ്ട്, അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യും. പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ചില എക്സസൈസുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ എക്സസൈസ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാമെന്ന് ഓർക്കുക, ഷോർട്ട് വീഡിയോ ആയിട്ടും ഇല്ലാതെയൊക്കെ. അപ്പൊ ഈ ഞാനും ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ആ കൂടെ അങ്ങ് ഷൂട്ട് ചെയ്താൽ മതിയല്ലോ, അങ്ങനെയാണ് ഓർക്കുക. അപ്പൊ മുന്നോട്ട് ബ്രസ്റ്റ് സൈസ് കൂടാനുള്ളതും ബട്ടക്ക് കൂടാനുള്ളതും ബോഡി ഫിറ്റ് ആവാനുള്ളതും, പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഫാറ്റാണ് ഒരു വലിയ പ്രശ്നം. ഇവിടുത്തെ ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ബോഡി ഷേപ്പ് വരും. അപ്പൊ സാരിയൊക്കെ ഉടുപ്പോൾ നല്ല ഭംഗി വരും. അപ്പൊ അതിനൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള എക്സസൈസും അങ്ങനത്തെ എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാട്ടോ. അപ്പൊ ഇനി ഞാനത് വേഗം എല്ലാം പാക്ക് ചെയ്യട്ടെ. പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് വർത്താനം പറയാനുള്ളതൊക്കെ ഞാൻ പറയാം, ഓവർ വോയിസ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പൊതുവായിട്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പക്ഷിയെ മേടിക്കാൻ പോകുമ്പോൾ ബാക്കിയുള്ളത് അവിടെ നിന്ന് കാണാം. ഇപ്പൊ നമുക്ക് വേഗം ഇനിയിപ്പോ വർത്താനം പറഞ്ഞുകൊണ്ട് പാക്കിങ് നടക്കൂല. ഞാൻ ചടുപടോന്ന് പാട്ട് വെക്കും, പാക്ക് ചെയ്യും. പക്ഷെ ഞാൻ നിങ്ങളോട് വർത്താനം പറയാനുള്ളതൊക്കെ ഓവർ വോയിസ് ആയിട്ട് പിന്നെ കൊടുക്കാം കേട്ടോ. അപ്പൊ ശരി, ഇപ്പം പാക്കിങ് തുടങ്ങട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൂട്ടുകാരെ, വശ്യമായ സൗന്ദര്യമുള്ളവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫിസിക്കൽ സൗന്ദര്യം അല്ല കേട്ടോ ഞാൻ പറയുന്നത്. വാക്കുകളിൽ തീയും കണ്ണിൽ സ്വപ്നങ്ങളുടെ തിളക്കവും ജീവിതത്തോട് 100% പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉറച്ച കാൽവെപ്പുകളോടെ അങ്ങനെ മുന്നോട്ട് മാത്രം നോക്കി നടക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കലും അവരങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലെ. വാക്കുകൾക്ക് നീല ജലാശയത്തിലെ തണുപ്പും കണ്ണിൽ ഭയവും സ്നേഹവും ജീവിതത്തോട് ഒരു തരം നിശബ്ദതയുടെ സൗന്ദര്യം ആയിരുന്നവരൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ളവര്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പൊ ഈ ചതിവ് പറ്റുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കപ്പെടുന്ന അങ്ങനെയുള്ള സ്ത്രീകള് അവരാദ്യം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ലോയൽ ആയിട്ടുള്ള സ്ത്രീകളിൽ പെട്ടവരായിരിക്കും. പലതവണ അവര് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടിട്ടും കേട്ടിട്ടും ക്ഷമിച്ചെല്ലാം സഹിച്ചിട്ടുണ്ടാവും. 1000 വട്ടം ഒഴിവായി പോകാൻ ചാൻസ് ഉണ്ടെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടാവും അത്തരം ലോയൽ ആയിട്ടുള്ള നല്ല സ്ത്രീകള്. ഹൃദയം നുറുങ്ങിപ്പോയ അനുഭവങ്ങൾ അവർ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടാവും. വീണ്ടും തെറ്റ് ചെയ്യില്ല, ഇനി അവർ തെറ്റ് ചെയ്യില്ല, നമ്മളെ സ്നേഹിക്കും, കെയർ ചെയ്യും എന്നുള്ള ട്രസ്റ്റ് കാരണമായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പാസ്റ്റ് പെയിൻ ഒക്കെ സഹിച്ച് തന്റെ സ്നേഹം കൊണ്ട് എല്ലാ വേദനയും മറക്കാൻ ശ്രമിക്കും ഇത്തരത്തില് ലോയൽ ആയിട്ടുള്ള സ്ത്രീകള്.
ഇന്നലെ എനിക്കൊരു പെൺകുട്ടി അയച്ച കുറെ വോയിസ് മെസ്സേജുകൾ ഞാൻ കേൾക്കാനിടയായിട്ടോ. അപ്പം അതിന്റെ ഒരു ഇതിലും കൂടിയാണ് ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന കുറെ ചിന്തകൾ ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ. ആ കുട്ടിക്കും അത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരമാവും കേട്ടോ. ഇപ്പൊ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വീണ്ടും വീണ്ടും ചതിക്കാന്ന് വെച്ചോ, ഹർട്ട് ചെയ്യാന്ന് വെച്ചോ, അങ്ങനെ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സ്ത്രീ ഇമോഷണലി പിന്തിരിഞ്ഞ് പോകും, നിശബ്ദയായി തീരും. പിന്നെ അവളിൽ വാക്കുകൾ തീർത്ത അമ്പുകൾ ഇല്ലാഞ്ഞിട്ടല്ല, തിരിച്ചതുപോലെയുള്ള അമ്പുകൾ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ആ ഒരു പുരുഷനെ സമൂഹത്തിന് മുമ്പിൽ പിച്ച് ചീന്താനുള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം അവളുടെ അടുത്ത് ഉണ്ടാവും. പക്ഷെ അവൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അവൾക്ക് വ്യക്തമായി അറിയാം ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു സത്യം. മാത്രമല്ല അങ്ങനെ ഹർട്ട് ചെയ്യേണ്ട എന്നവള് തീരുമാനിക്കും. പക്ഷെ ഇമോഷണലി ആ സ്ത്രീ പിന്തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അവള് പണ്ടത്തെ പോലെ നിങ്ങളോട് വഴക്ക് കൂടില്ല, വാശി പിടിക്കില്ല, ബഹളം വെക്കില്ല, സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടി യാചിക്കില്ല. ഇനി ഒരിക്കലും അവൾ നിങ്ങളെ ഓർത്ത് കരയില്ല, നിങ്ങൾ അവളിലേക്ക് തിരിച്ചു വരാൻ യാചിക്കില്ല. ഇതൊക്കെയാണ് ഒരു സ്ത്രീ ഇമോഷണലി പിന്തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം 100% അവൾ അർഹിക്കുന്നു എന്നത് അവൾക്കും അറിയാം, അവളെ വേദനിപ്പിക്കുന്ന ഈ പുരുഷനും അറിയായിരിക്കും. പക്ഷെ അവൾ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ നടക്കും. ഒരിക്കൽ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് സത്യം. ആ നിശബ്ദമായ മുന്നോട്ടുള്ള പോക്ക് അവളെ ഹർട്ട് ചെയ്യുന്ന ഏത് പുരുഷനെയും ഹൃദയത്തെ കീറി മുറിക്കും. ഒരിക്കൽ അയാൾ തിരിച്ചറിയും അവളെ പോലെ നിങ്ങളെ ഇന്ന് വരെ ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന്, സഹായിച്ചിട്ടില്ല എന്ന്. ആ ചിന്ത നിങ്ങളെ കീറി മുറിക്കാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾ ഒത്തിരി വൈകിപ്പോയി എന്നുള്ള സത്യവും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുകയും ചെയ്യും. കാരണം ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളുടെ പിറകെ കെഞ്ചി യാചിച്ച് നടക്കുന്നവരല്ല. പകരം അവളെ സ്വയം കണ്ടെത്തി നിങ്ങളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ചെറുപുഞ്ചിരിയോടെ അവളുടെ സ്വപ്നങ്ങളിലേക്ക് മുന്നോട്ട് മാത്രം നോക്കി നടന്നു പോകുന്നവളാണ്. ആ കാഴ്ച നിങ്ങളെ തകർത്തിരിക്കുന്നു ഓൾറെഡി. ആ കാഴ്ചയുടെ ചൂടിൽ നിന്ന് ഇനി ഒരു മോചനം മരണം വരെ നിങ്ങൾക്ക് കിട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് അവൾ ദ മോസ്റ്റ് ഡേഞ്ചറസ് വുമൺ ആകുന്നത് എന്ന് ഞാൻ പറയുന്നത്. എന്റെ ചിന്തയിൽ തോന്നിയ ചില കാര്യങ്ങളാണ് കേട്ടോ. ഒരു പെൺകുട്ടി എനിക്ക് ഇന്നലെ കുറെ മെസ്സേജുകൾ വിട്ടിരുന്നു കേട്ടോ. അവളുടെ ലൈഫിൽ അവള് അനുഭവിച്ച കുറെ ഹർട്ട്, അതിനെ തരണം ചെയ്ത കുറെ കാര്യങ്ങൾ, ഇപ്പൊ അവൾ എങ്ങനെ ജീവിക്കുന്നു, എന്താണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മണിമുല്ല, അത് ഞാൻ മുകളിൽ പോയിട്ട് പാക്ക് ചെയ്തിട്ട് വന്നു. പിന്നെ നമ്മുടെ ഗരം മസാല 2 പാക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കിച്ചൺ മൈക്രോഫൈബറിന്റെ റോളാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് എത്രയുണ്ട്, ഒത്തിരി ഉണ്ട്. ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എല്ലാവരും മേടിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഉപകാരമായത്. കുറച്ചിങ്ങനെ കട്ടി മീൻസ് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കീറി എടുക്കാം. അതിലൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്, കൈ കൊണ്ട് തന്നെ നമുക്ക് കീറി എടുക്കാം. ഒരു 1-2 ലെന്ത് ഇങ്ങനെ കീറി എടുക്കാം. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെ തുടയ്ക്കണോ, അല്ലെങ്കിൽ പ്ലേറ്റ് ക്ലീൻ ആക്കണോ, ഇനിയിപ്പോ കുക്ക് ചെയ്ത് ഏരിയ തുടയ്ക്കണോ, ടേബിൾ തുടയ്ക്കണോ, എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ആ പൈപ്പിൽ, ആ കിച്ചണിലെ ടാപ്പിൽ തന്നെ കഴുകിയെടുക്കുക, വിരിച്ചിടുക, പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. അതിന് നമുക്ക് നേരത്തെ ആ ഹാങ്ങറൊക്കെ ഒത്തിരി ഉപകാരമാണ്. കിച്ചൺ ടവലുകളൊക്കെ ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് അങ്ങ് എല്ലാം 10 എണ്ണം തൂക്കിയിടാലോ. അപ്പൊ അങ്ങനെ ഇത് ഒത്തിരി ഉപകാരം. റീയൂസ് ചെയ്യുക, ഒത്തിരി പ്രാവശ്യം നമുക്ക് റീയൂസ് ചെയ്യാം. ആ ഒരു മുറിച്ചെടുത്ത പീസ് തന്നെ ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി ഓയിൽ ഉണ്ട്. പിന്നെ 1 kg കോഫി ക്യൂബ്സ് മേടിച്ച് എല്ലാവരും മേടിക്കുന്നുണ്ട്. കോഫി ക്യൂബ്സ് കേട്ടോ, ആയുർവേദ മരുന്നുകളൊക്കെ ചേർത്ത്. പിന്നെ പനിയുടെ ശർക്കരയിൽ കോഫി പൗഡറും വളരെ ചെറിയ അളവിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കോഫി പൗഡർ ഒക്കെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് നല്ലതാന്നൊക്കെ കുറെ ഡോക്ടർമാരൊക്കെ പറയുന്നു. പക്ഷെ എന്നാലും എന്റെ അഭിപ്രായത്തിൽ ഓവർ കഴിക്കേണ്ട, കഫീനാണ്. നമ്മൾ വീട്ടിലെ കോഫി ഓവർ കഴിക്കേണ്ട. പക്ഷെ ഇതിൽ നമ്മൾ ലിമിറ്റഡ് വളരെ കുറച്ച് അളവില ചേർത്തേക്കുന്നത്. പിന്നെ കഫീൻ ചേർത്തിട്ടുള്ളൂ, കഫീൻ അല്ല കോഫി പൗഡർ ചേർത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ ഒരു ഘടകമാണ് കഫീൻ എന്ന് പറയുന്നത്. അപ്പൊ അത് സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടാനും ആയുർവേദ മരുന്നുകളും ഒക്കെ ചേർത്ത് തൊണ്ടയ്ക്ക് നല്ലത്, ശരീരത്തിന് നല്ലത്, പിന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. മേടിക്കുന്നവരെല്ലാം അഡിക്റ്റ് ആയിട്ട് പിന്നെ മേടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്. പനി ജലദോഷം വരുമ്പം കഴിക്കുന്ന ചുക്ക് കാപ്പി അല്ല, ഒത്തിരി ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് തിപ്പിലി, കരിഞ്ചീരകം, പിന്നെ ഏലക്ക, കുരുമുളക്, ചുക്ക്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കിയേക്കുന്നതാണ്. പനിയുടെ ശർക്കരയും കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കോഫി ക്യൂബ്സും കോഫി പൗഡറും കുറച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ എല്ലാവരും മേടിക്കുന്നുണ്ട്. അത് 1 കിലോ മേടിച്ചിട്ടുണ്ട്. വെട്ടിവർ റൂട്ട് പൗഡറിന്റെ ആരാധികരാണ് എല്ലാവരും, അത്രയും നല്ലതാണ്. അങ്ങനെ പിന്നെ ഒരു മൈക്രോഫൈബർ മേടിച്ചിട്ടുണ്ട്. അത് ഈ ബ്ലൂ കളറ്, ഇതെനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ്, കല്ലിന്റെ. അപ്പൊ അതും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് കാർട്ടൂണിലും ഇതിലൊക്കെ ആയിട്ടൊന്ന് പാക്ക് ചെയ്തിട്ട് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിൽ തോന്നിയ മറ്റു ചില ചിന്തകൾ പറയാം കേട്ടോ.
ഒരു സ്ത്രീയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 യൗവനം ഉണ്ടല്ലേ. ഒന്ന് അവളുടെ 20കളില്, നമ്മുടെ കൗമാര പ്രായത്തിലൊക്കെ, പിന്നെ അവളുടെ 40 മുതൽ 60കള്. ആ 40കളിലെ സ്ത്രീയിലെ വശ്യമായ ഒരു സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഇത് ഒരുപാട് ആഴമുള്ളത് മനോഹരമായ ഒരു വിഷയം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ 40 വയസ്സുകളിലെ സ്ത്രീകളിൽ കാണപ്പെടുന്ന സൗന്ദര്യം ശരിക്കും ശരീര സൗന്ദര്യത്തിൽ മാത്രമല്ല, ജീവിതാനുഭവങ്ങള്, ആത്മവിശ്വാസം, ധൈര്യം, കാരുണ്യം, മാതൃത്വം, വ്യക്തിത്വം എന്നിവയൊക്കെ ചേർന്ന വലിയ ആകർഷണമാണ്, ഒരു വശ്യ സൗന്ദര്യമാണ് കാഴ്ചയിലുണ്ടാകുക 40 കഴിഞ്ഞ ഏതൊരു സ്ത്രീകളിലും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എത്രയൊക്കെ ജീവിതാനുഭവങ്ങളുടെ ഭാരം ഉണ്ടെങ്കിലും അതാണ് സത്യം പറഞ്ഞ ആ ഭംഗിയുടെ ഒരു അടിസ്ഥാനം തന്നെ. 40കളിലെ ഭാഗ്യമാണ് അവർ സഹിച്ചതിന്റെ, തെറ്റുകൾ വന്നു പോയതിന്റെ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതിന്റെ, പലവട്ടം തോറ്റിട്ടും പലവട്ടം വിജയിച്ചതിന്റെ ഓർമ്മകള്. അങ്ങനെ ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ ഓരോ പ്രവൃത്തിയും പിന്നെ പിന്നെ കുറ്റമറ്റതാകും. ഒരൊറ്റ കാഴ്ചയിൽ പൂർണ്ണമായ ജീവിതം തെളിയുന്നത് പോലെ വശ്യ സൗന്ദര്യം 40കളിലെ സ്ത്രീകളിൽ കാണാനാവും, ശരിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. അവരുടെ ചിരിയിൽ പോലും കേട്ട് കഴിഞ്ഞ കരച്ചിലിന്റെ സംഗീതം കേൾക്കാം. ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇപ്പൊ അവളുടെ ചിരിയിൽ പോലും കേട്ട് കഴിഞ്ഞാൽ ആ കരച്ചിലിന്റെ ഒരു സംഗീതം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ആത്മവിശ്വാസം, ആരെയും സമ്മർദ്ദത്തിൽ കുരുക്കാത്ത സൗന്ദര്യമായി 40കളിലെ സ്ത്രീകൾ മാറിയിട്ടുണ്ടാവും. 20കളിലോ 30കളിലോ പോലെയല്ല 40കളിലെ സ്ത്രീകള് അവർക്ക് അവരെ തന്നെ അറിയാം. എനിക്ക് വേണ്ടത് എന്താണ്, ഞാൻ ആരാണ് എന്നൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ അവരെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് തെറ്റുകളിലേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രയോജനകരമായ ബാക്കിയുള്ള കാര്യങ്ങൾ ചൂഷണം ചെയ്തെടുക്കാനോ മറ്റുള്ളവർക്ക് പറ്റില്ല. വളരെ മനോഹരമായ ഒരു അവസ്ഥയാണ് അതല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഷൈനി ബെൻസി എന്ന് പറയുന്ന നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട കൂട്ടുകാരെ, മൈക്രോ ഫിലിം ആണ് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ മുറിച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്ത് അങ്ങനെ മുറിച്ചിടാം. സാധാരണ കത്രികയും കൊണ്ട് മുറിക്കാൻ പറ്റും, അല്ലെങ്കിൽ കബോർഡുകളിൽ അല്ലെങ്കിൽ നമ്മളെ കിച്ചണിലെ ഏതെങ്കിലും ഏരിയകളിൽ അങ്ങനെയൊക്കെ എവിടെയൊക്കെയോ വേണം നമുക്കിത് മുറിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത്. 3 മീറ്ററോളം നീളമുണ്ട്, 3-3.5 മീറ്ററോളം നീളമുണ്ട് ഇതിന്. അപ്പൊ ഇത് അത്ര നല്ലതാണ് ഫ്രിഡ്ജിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഡയറക്റ്റ് ഈ കറിയോ അല്ലെങ്കിൽ നമ്മളിപ്പം ഫ്രീസറിൽ ഇപ്പൊ ഇറച്ചി മീനൊക്കെ വെക്കുമ്പോൾ അതിന്റെ ഇങ്ങനെ ബ്ലഡ് ഒന്ന് ഒഴുകി ഇറങ്ങി ഫ്രിഡ്ജ് ചീത്തയാവത്തില്ല. ഇതിന്റെ മുകളിലേക്ക് വീഴുവാണെങ്കിൽ തന്നെ ഇത് നമുക്ക് എടുത്തിട്ട് കഴുകിക്കളയാം. പൊടി ഒന്നും ആകാതെ വിധത്തിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക്. പിന്നെ ചില സമയത്ത് നമ്മൾ കരിഞ്ഞ പാത്രമോ കലമോ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ അതിന്റെ കരിയൊക്കെ ഫ്രിഡ്ജിലാവാം, അങ്ങനെയൊക്കെ ആവാലോ. അങ്ങനെ അപ്പൊ ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഗ്ലാസിന്റെ ഏരിയകളിലൊക്കെ ഇത് ഇട്ടിട്ട് അതിന്റെ മുകളിൽ സാധനം വെക്കുവാണെങ്കിൽ ഗ്ലാസ് ചീത്തയാവാതെ ഇരുന്നോളും. അത് നമുക്ക് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ അപ്പൊ എല്ലാവരും മേടിക്കുന്നുണ്ട്. എന്റെ കിച്ചണിൽ ഞാൻ ഫ്രിഡ്ജിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കബോർഡുകളിലൊക്കെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലാണ് ഗ്ലാസിന്റെ കുറെ ഷെൽഫുകളുണ്ടല്ലോ, അപ്പൊ അവിടെ എല്ലാം ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഉപകാരമുള്ളതാണ്. പിന്നെ നമുക്ക് എവിടെയൊക്കെയോ നമുക്ക് മുറിച്ച് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്രോ ഫിലിമാണിത്. മൈക്രോ ഫൈബറിന്റെ ഒരു ഷീറ്റുകളാണിത് കേട്ടോ. അത് മേടിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഗരം മസാല എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. മീൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. നല്ല സാധനമാണ്. നമ്മൾ കഴുകി ഉണങ്ങി വൃത്തിയാക്കി പൊടിച്ചെടുക്കുന്നതല്ലേ, വൃത്തിക്ക് നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇനി നമ്മള് ചുമന്ന മുളക് പൊടി കാശ്മീരി ചില്ലിയും കൂടി തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഇച്ചിരോടെ ഒന്ന് വെയിലായിക്കോട്ടെ, ഇടയ്ക്കിടയ്ക്ക് പിന്നെയും മഴ പോലെ തോന്നുക, അങ്ങനെ കാലാവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരോടെ വെയിലായിട്ട് വേണം എനിക്കത് കഴുകണം. ഇതൊക്കെ ഞാൻ കഴുകി ഉണങ്ങി വെച്ചതാണ് ഈ ഇപ്പൊ നമ്മൾ പൊടിക്കുന്ന മസാല. പക്ഷെ മുളക് നമ്മൾ അങ്ങനെ ഉണങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മുളക് മേടിച്ചിട്ട് കാശ്മീരി ചില്ലി മറ്റതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കാശ്മീരി ചില്ലി കൂടുതലായിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ തുടങ്ങണം. കസ്തൂരി മഞ്ഞൾ പിന്നെ എല്ലാവരും മേടിക്കുന്നുണ്ട്. അത്ര നല്ലതാണ്. നമ്മുടെ മുഖത്തെ പിഗ്മെന്റേഷൻ ഒക്കെ മാറി ഗ്ലോ ഒക്കെ കൂടാനും അടിപൊളിയാവാനും മുഖം നല്ല തിളങ്ങി നിൽക്കും ഏത് ഏജിലും. അങ്ങനെ പിന്നെ ബോഡി മോയ്സ്ചർ പറയണ്ടല്ലോ, അത്രയും നല്ലതാണ്. അത്രയും സാധനമാണ് ഇവർ മേടിച്ചേക്കണേ. അപ്പൊ ഇതൊന്നും ഞാനൊന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. 40 കഴിഞ്ഞ സ്ത്രീകളെ അതീവ ആകർഷകയാക്കുന്ന മറ്റൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, അവൾ തന്റെ ശരീരത്തെ മനസ്സിനെ പരിമിതികളും ശക്തികളും മനസ്സിലാക്കി അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ആർക്കിഷ്ടമാണോ ഇല്ലയോ എന്നത് കാര്യമില്ല. അവൾക്കിപ്പോ മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനം അവളുടെ മനസ്സിന്റെ ശക്തി തന്നെയാണ്. അതുകൊണ്ടാണ് അവൾ വല്ലാതെ വശ്യ സൗന്ദര്യമുള്ളവളായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു പോയിന്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു കരുതലിന്റെ ഗൗരവമുണ്ട് അവർക്ക്, ഒരു ഇമോഷണൽ ഡെപ്ത്. ഒരു 40കളിലെ സ്ത്രീയുടെ കരുതല്, പരിഗണന, പരിചരണം അത്രയ്ക്ക് ആഴമുള്ളതാവും അല്ലേ. അവൾ പറയുന്നത് നിർബന്ധങ്ങളോ നിബന്ധനകളോ ആകില്ല, എന്നാൽ അതിന്റെ ആവേശം എത്ര തണുത്ത് ഉറഞ്ഞ മനസ്സുകളെ ഉയർത്തുകയും ചെയ്യും. 40കളിൽ ഒരു സ്ത്രീ എണീറ്റാൽ ആ വീട് മുഴുവനും ഉണർന്നു എന്ന് തോന്നില്ലേ? അത് ഇത്തരം വശ്യ സൗന്ദര്യ ആകർഷണം ആ പ്രായത്തിൽ നേടിയെടുക്കുന്നതുകൊണ്ടാണ്. അവർക്ക് അത്രയും എനർജി ലെവല് ആ ഒരു പ്രായത്തിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്.
അടുത്ത ഒരു സൂപ്പർ പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ കൂട്ടുകാരെ. ഇത് കണ്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള മരത്തിന്റെ തവി. ഇത് കണ്ടോ, ആണിയൊന്നും അടിച്ച് വേറെ ഒരു ഇതായിട്ടല്ല, ആ ഒറ്റ തടിയെ തന്നെയാണ് ഇത് അകവും പുറവും അതിന്റെ ഹാൻഡും അതുപോലെ ഈ തവിയും എല്ലാം മേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ക്യൂട്ട് ആയിട്ടുള്ള മരത്തവി. കാരണം ഈ ചിരട്ടയില് പിന്നെ ഇത് എന്താ ആണി അടിച്ചിട്ട് കുറെ തവികൾ നമ്മൾ ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട് മരത്തവിയായിട്ട്. അത് പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് നാൾ ഒരു മാസം 1.5 മാസം യൂസ് ചെയ്യുമ്പോഴേ ആണി അങ്ങ് ഇളകിപ്പോവും. അപ്പൊ അത് ഒടിഞ്ഞു പോയ പോലെ അത് പിന്നെ പ്രയോജനമില്ല, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒത്തിരി അങ്ങനെ മേടിച്ച് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ്. അതേ പിന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ മരത്തിന്റെ ഫുള്ളായിട്ട് മരത്തിന്റെ അതേ തന്നെ ബിൽഡ് ചെയ്തേക്കണേ മേടിക്കാൻ തുടങ്ങി. ഇത് അടിപൊളിയാണ് കൂട്ടുകാരെ, ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ഡൈനിങ് ടേബിളിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോ നല്ല കറികളൊക്കെ ഉണ്ടാക്കി നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പാത്രം നമുക്ക് ഉണ്ടാവുള്ള ഗസ്റ്റുകൾ വരുമ്പോ അതിനകത്ത് ഇതുപോലത്തെ മരത്തിന്റെ തവിയും കൂടി ഇട്ട് കൊടുക്കുന്ന ക്യൂട്ടായിട്ട് നല്ല രാഗി മിനുസപ്പെടുത്തി നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെ മരത്തിന്റെ തവി ഇട്ട് കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും ചോറും കറികളും ഒക്കെ എടുക്കാൻ. ഭയങ്കര ക്ലാസി ലുക്ക, സ്റ്റാൻഡേർഡ് ലുക്ക, ഭയങ്കര രസം. അതുമല്ല നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലും അടിപൊളി. ഞാൻ ഒത്തിരി മരത്തവികൾ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് സെയിലിൽ കൊണ്ടുവന്നിരിക്കണേ. ഇതിപ്പോ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചകിരി നമ്മുടെ ദോശക്കല്ലിലൊക്കെ എണ്ണ വരട്ടാനും നെയ് വരട്ടാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതും എല്ലാവരും മേടിക്കുന്നുണ്ട്. ചകിരി ബ്രഷാണ് നമുക്ക് ഇങ്ങനത്തെ പർപ്പസിന് കിച്ചണിലെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ്. ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വെറ്റിവർ റൂട്ട് പൗഡറും കൂടിയാണ്. അപ്പൊ നമുക്ക് ഞാൻ ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് കേട്ടോ അടിപൊളിയായിട്ട്. ഇത് ഞാൻ കുറച്ചെണ്ണം എക്സ്ട്രാ എടുത്തുകൊണ്ട് വന്നതാണ്. പുള്ളിക്കാരെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു തവി വലിയ തവിയാണ്. വലിയ തവിയുണ്ട്, ചെറിയ തവിയുണ്ട്. ഇതിന് വലിപ്പം കൂടുതലുണ്ട് ചെറുതിന്, ഇതിന് നീളം കൂടുതലുണ്ട്, കുറച്ച് ചോറൊക്കെ എടുക്കാൻ പാകത്തിന്. അങ്ങനെ ഇത് കറികളൊക്കെ കോരാനെടുക്കാൻ അങ്ങനെ ഉള്ള ഒരു പർപ്പസ്. അപ്പൊ പുള്ളിക്കാരി 3 സാധനം വെച്ചേക്കണേ, ഒരു തവിയും ഒരു മൈക്രോ ഫൈബറിന്റെ ചകിരിയുടെ ബ്രഷും പിന്നെ ഒരു വെറ്റിവർ റൂട്ട് പൗഡറും. അപ്പൊ ഇത് ഞാൻ പാക്ക് ചെയ്യട്ടെ, ബാക്കി ഞാൻ കൊണ്ടുവെക്കട്ടെ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ടെന്നാ. എല്ലാവരും മേടിക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കാട്ടുതേനാണ് കേട്ടോ. അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ആദ്യം ഒരു ബബിൾ പേപ്പറിൽ പൊതിയാത്തോണ്ട് ആദ്യം ഒരു ഇതിലേക്ക് ആക്കിയിട്ട് പിന്നെ നമുക്ക് വേറെ കാർട്ടൂണിലേക്കും കൂടി വെക്കാം. കുപ്പി ആയതുകൊണ്ട് അങ്ങനെ പൊട്ടിപ്പോകുന്ന എനിക്ക് പേടിയുണ്ട്. അങ്ങനെ അയ്യോ അതിൻ്റെ പൊട്ടിച്ചില്ല. അപ്പൊ ഹണി എല്ലാവരും മേടിക്കുന്നുണ്ട്. ഹണി ഒന്നും ഒരുപാടൊന്നും കഴിക്കണ്ട. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ മതി, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അത്രയൊക്കെ നമ്മൾ ഒരു ദിവസമൊക്കെ കഴിച്ചാൽ മതി കേട്ടോ. ഒത്തിരി ഒന്നും അങ്ങ് ഉപയോഗിക്കണ്ട. ഒറിജിനൽ ആണ്. ഹണി ഉപയോഗിച്ച ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന്. വൈറ്റമിൻ എയുടെ ഒക്കെ കലവറയാണ് ഹണി എന്ന് പറയുന്നത്. ഒത്തിരി ധാതുക്കളും വിറ്റാമിൻസ് ഒക്കെ കിട്ടും. ഹണി അത്ര നല്ലതാണ്, രോഗപ്രതിരോധ ശേഷിക്ക് ബെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേർക്കും നമ്മളും ഒക്കെ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഓവർ ഉപയോഗിക്കണ്ട. 40 കഴിഞ്ഞ സ്ത്രീകളിൽ സൗന്ദര്യത്തിന്റെ ഒരു പുതിയ ഭാഷ അവളെ തന്നെ രൂപപ്പെട്ടിരിക്കും അല്ലെ. 40കളിലെ ശാരീരിക ആവശ്യങ്ങൾക്ക് പുതിയൊരു മാനവ രീതിയും ഒക്കെ കൈവന്നിട്ടുണ്ടാവും. രൂപവും മാറിയിട്ടുണ്ടാവും. കാലത്തിന്റെ അനുഗ്രഹവും ജീവിതത്തിന്റെ അടയാളവും ഒക്കെയാണത്. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന, കിച്ചൺ മാത്രമല്ല എന്ത് സ്റ്റെയിൻ ഉണ്ടെങ്കിലും ഫ്രിഡ്ജിന്റെ മുകളിലോ ഈ ടേബിളോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ചെയറോ എന്തോ TV സ്റ്റാൻഡോ TV എന്ത് വേണേ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മാജിക് ക്ലീനർ എന്ന് തന്നെ പറയാം. അത്ര നല്ലതാണ്. എല്ലാവരും മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിൽ യൂസ് ചെയ്തിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി നല്ലതാണ്. ഞാൻ കുറെ പേരൊക്കെ നമ്മുടെ യൂട്യൂബിലെ കമന്റ് സെക്ഷനിൽ എഴുതിയിട്ടിട്ടുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ, എന്തായാലും മേടിച്ചോളൂ. അത്ര വൃത്തിയാവും കിച്ചൺ സിങ്കും ബാക്കിയുള്ള സംഗതികളും ഒക്കെ കേട്ടോ. അങ്ങനെ പിന്നെ കസ്തൂരി മഞ്ഞൾ കണ്ടോ എല്ലാവരും മേടിക്കുന്നു. ഫേസ് വാഷ് പൗഡർ ഉണ്ട്, പിന്നെ മോഡി മോയ്സ്ചർ ഉണ്ട്, പിന്നെ രക്തശാലി ഫേസ് പാക്ക് ഉണ്ട്, പിന്നെ ബ്യൂട്ടി ഓയിൽ ഉണ്ട്, പിന്നെ ഹെയർ ഓയിൽ ഒത്തിരി നല്ലതാണ്. മുടി പൊഴിച്ചിൽ കംപ്ലീറ്റ് കുറയും. താരനാണ് മുടി പൊഴിച്ചിലിന്റെ ഒരു റീസൺ. പിന്നെ വിറ്റാമിനും മിനറലും ഭക്ഷണത്തിൽ കുറയുന്നത്. ഈ 2 കാരണങ്ങളാണ്. അപ്പം പിന്നെ താരം കുറയാൻ ബെസ്റ്റ് ആണിത്. ആഴ്ച 2 പ്രാവശ്യമൊക്കെ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക, തലയോട്ടി തേച്ച് പിടിപ്പിക്കുക, 10 വിരൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മസാജ് ചെയ്യുക, എന്നിട്ട് അങ്ങനെ വിടുക. ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ വിടുക. എന്നിട്ട് പിന്നെ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കുളിക്കാൻ നേരത്ത് കഴുകിയെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ആഴ്ച 2 പ്രാവശ്യമൊക്കെ ഇത് ഉപയോഗിച്ചാൽ മതി. ആക്ച്വലി എല്ലാ ദിവസം മുടി കഴിയുക, മുടി ഒത്തിരി പൊഴിയും, നല്ലതല്ല. മുടിയിൽ ഈ സീബൊക്കെ അങ്ങനെ പോയി തീരുന്നത് നല്ലതല്ല. അപ്പോൾ കൂടുതൽ ഇറിറ്റേഷൻ ആവും ആ സ്കാൽപ്പ്, എന്നിട്ട് മുടി പൊഴിയും, പൊട്ടും, ഇൻഫെക്ഷൻ പിടിക്കും. അങ്ങനെയൊക്കെയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ മുടി കഴിയാൻ മതി ആക്ച്വലി. അപ്പൊ അതായത് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ടൊക്കെ കഴിയുക. നമുക്ക് നാച്ചുറൽ ഷാമ്പു ഉണ്ട്, വേണ്ടവർ മേടിച്ചോ. ഇതിപ്പോ ഈ ഓയിൽ
ഒത്തിരി പ്രയോജനമുണ്ട് എല്ലാവർക്കും. അപ്പൊ നമ്മുടെ തലയിലെ പ്രശ്നങ്ങൾ മാറുമ്പോൾ മുടി ഓട്ടോമാറ്റിക്കലി വളരാൻ തുടങ്ങും. ഇതിലൊക്കെ ഉപരി നമ്മൾ പ്രോട്ടീൻ ഉള്ള ഫുഡ് കഴിക്കണം. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നല്ല നല്ല സാധനങ്ങളൊക്കെ കഴിക്കണം. ഗീ ഒക്കെ കഴിക്കണം. ചിയാസീഡ്, ഫ്ലെക്സീഡ്, ഇങ്ങനെയുള്ള സമയത്താണ് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ വരുവാണ് ആശാളിയരിയും കരിഞ്ജീരകവും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ട് നിൽക്കുന്നത്. ഫ്ലെക്സീഡും ചിയാസീഡും ഒക്കെ നല്ലതാണ്. കരിഞ്ജീരകം അത്ര നല്ലതാണ്. ആ കൂടെ ഈ ഓയിലും ഒക്കെ ഉപയോഗിച്ച് നോക്കും. അടിപൊളിയായിട്ട് മുടി വളരുകയും ചെയ്യും, പൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പാത്തിയിട്ട് ഞാൻ പാക്ക് ചെയ്യട്ടെ കേട്ടോ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കറിമഞ്ഞളാണ് കേട്ടോ. കറിമഞ്ഞൾ എന്ന് പറയുമ്പോൾ വയനാട് കർഷകരിൽ നമ്മൾ മഞ്ഞൾ ശേഖരിച്ചിട്ട് നന്നായിട്ട് കഴുകി ഉണങ്ങി അത് പൊടിപ്പിച്ചിട്ട് നമുക്ക് മില്ലുണ്ട്, അതിനകത്ത് പൊടിപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ പാക്ക് ചെയ്യുന്നതാണ്. ഒരു മായവും ചേരാത്ത 100% ഒറിജിനൽ ആയിട്ടുള്ള ഇങ്ങനത്തെ കറിമഞ്ഞൾ ഉപയോഗിച്ചാലേ അതിലെ കുറുക്കുമി നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കത് ഉപയോഗിക്കുന്നുണ്ടുള്ള ഇമ്മ്യൂണിറ്റിയും അതിലെ വൈറ്റമിൻസും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അത്ര നല്ലതാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ മുതൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ മുതൽ കറിമഞ്ഞളിന്റെ ഉപയോഗം. പിന്നെ എല്ലാ കറിയിലും മായം ചേർത്ത് വിഷം ചേർക്കുന്നതിനേക്കാളും ഭേദമുള്ള ഒറിജിനൽ നമ്മൾ മഞ്ഞളില്ലാത്തൊരു കറി ഇല്ലല്ലോ. അപ്പൊ അതില് പിന്നെ നമ്മൾ ഒറിജിനൽ ചേർക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇപ്പൊ 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ മേടിച്ച് വെച്ചാൽ നമുക്ക് ഒത്തിരി കാലത്തിന് ഉപയോഗിക്കാനുമുണ്ട്. ഇത് ചീത്തയായി പോകത്തൂല, കേടായി പോകത്തൂല. അപ്പം മര്യാദയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമുക്ക്. അങ്ങനെ എല്ലാവരും കറിമഞ്ഞൾ നമ്മളോട് മേടിക്കുന്നുണ്ട്. ഇതേപോലെ കറിമഞ്ഞൾ പോലെ തന്നെ നമ്മൾ കാശ്മീരി ചില്ലിയും കൂടി മഴ മാറി നന്നായിട്ടൊരു ജാനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് മഴയൊക്കെ മാറി പിന്നെ ഡിസംബർ 26 മുതൽ നമ്മൾ ഒരാഴ്ച ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് ജാനുവരിയിൽ ഞാൻ എന്തായാലും ഇത് പിന്നെ മുളക് കാശ്മീരി ചില്ലി മേടിച്ചിട്ട് കഴുകി ഉണങ്ങി പൊടിച്ച് വെക്കണം എന്ന് ഓർക്കുവാണ്. നമുക്ക് ഇവിടെ തന്നെ പൊടിക്കാനുള്ള സൗകര്യങ്ങൾ മെഷീനൊക്കെ ഉണ്ട്. അപ്പൊ പാക്കിങ്ങും എല്ലാം ചെയ്തിട്ട് വെക്കണം എന്ന് ഓർക്കുവാണ്. അപ്പൊ കറിമഞ്ഞളും ഗരം മസാലയും കൂടാതെ നമ്മൾ ഇനി തുടങ്ങുന്നത് മുളക് പൊടിയാണ്. അപ്പൊ അത് ഞാൻ ജാനുവരി മുതൽ തരാം. ഇപ്പൊ കറിമഞ്ഞൾ ആവശ്യമുള്ളത് മേടിച്ചു വെച്ചോളൂ കേട്ടോ. ഒത്തിരി മേടിച്ചിട്ട് പുറമെ കൊണ്ടുപോകുന്നവര്, വിദേശത്തേക്കൊക്കെ പോകുന്നവർ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ യൂസിൽ തീരുമ്പോ മേടിക്കുന്നുണ്ട്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ മൊത്തം കഴിയുന്നതിന് മുമ്പേ എനിക്ക് ഓർഡർ തരിക. അപ്പൊ എനിക്ക് സ്ട്രെസ് ഇല്ലാതെ പാക്ക് ചെയ്യാമല്ലോ. അപ്പൊ ആദ്യം ഓർഡറിലാണല്ലോ എനിക്ക് പാക്ക് ചെയ്യേണ്ടത്. ഇനി ഒത്തിരി ഓർഡർ പെൻഡിങ് ആണ്. നമുക്കെല്ലാം ഒരു ദിവസം ഇപ്പൊ തന്നെ ഉണ്ട്. ഇത്രയും സമയമായില്ലേ. ഇനിയിപ്പോ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരെണ്ണം UK അയക്കാനുണ്ട്. അത് വേഗം പാക്ക് ചെയ്തിട്ട് അതിന്റെ ഫോൺ നമ്പർ കൂടി എനിക്ക് കിട്ടാനുണ്ട്. ആ ഫോൺ നമ്പർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പാക്ക് ചെയ്തിട്ട് നമുക്ക് അത് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കണം. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാനുള്ള ദിവസം നമുക്ക് ഇച്ചിരി നേരത്തെ ഈ പാക്കിംഗ് പരിപാടി നിർത്തണം. പോണല്ലോ, അതൊക്കെയാ പ്രശ്നം. അപ്പൊ അത്രയല്ലേ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ഓർഡർ പെൻഡിങ്. പിന്നെ നാളെ അങ്ങനെ നാളെ നീളെ അങ്ങനെ എന്തായാലും എനിക്ക് നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ദിവസം 6 ദിവസം നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കണം. അതിന്റെ ഉള്ളിലേ ഞാൻ പ്രോസസ് ചെയ്തിട്ട് അയക്കത്തുള്ളൂ. പിന്നെ അയച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസം 4 ദിവസത്തിനുള്ളിൽ കിട്ടും. 5 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം. അതൊക്കെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. അല്ലാതെ നിങ്ങൾ രാവിലെ അയച്ചു, മെസ്സേജ് വിട്ടു, വൈകുന്നേരം മെസ്സേജ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു വഴക്ക്, അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അയച്ചില്ല എന്ന് പറഞ്ഞൊരു വഴക്ക്, അങ്ങനെ വഴക്ക് കൂടാൻ വരില്ല. എനിക്ക് വയ്യ വഴക്ക് കൂടാൻ തിരിച്ച്. അപ്പൊ അങ്ങനെയാണ് ഒത്തിരി ഓർഡർ പുറകെ കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ക്യാരി ഔട്ട് ചെയ്ത് അയച്ചയച്ച് വരട്ടെ. എന്തായാലും ഞാൻ ഓക്സിജൻ ഒന്നല്ല, ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാൻ ഓക്സിജൻ ഒന്നല്ല വിൽക്കുന്നത്, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളല്ലേ ബ്യൂട്ടി ഹെൽത്ത്. അപ്പൊ ഇച്ചിരി സമാധാനത്തോടെ ഇരുന്നൂടെ, നിങ്ങൾ നേരെ തീരുന്നതിന് മുമ്പ് അറിയാലോ. അപ്പൊ അങ്ങനെ ഓർഡർ തരിക, വെയിറ്റ് ചെയ്യുക, അതല്ലേ നല്ലത്. നമ്മളിങ്ങനെ ഒരു സാധനം ഓർഡർ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ കാത്തിരിക്കുക, കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ഒരു ആകാംക്ഷ, നല്ല രസമല്ലേ, അതൊക്കെ എൻജോയ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും പിന്നെ ഓർഡർ തന്നോളൂ. എന്തായാലും ഞാൻ വേഗം അയക്കും. എല്ലാ ദിവസവും തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. ഞായറാഴ്ച ചോദിച്ചപ്പോൾ വേഗം അയക്കും. എന്നാലും ഞാൻ പറയാ, വഴക്കൂടാൻ വരില്ലേ. അപ്പൊ നമുക്കിത് പാക്ക് ചെയ്യാം. ബാക്കി അപ്പൊ ശരി കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇനി വീഡിയോ ഇവിടെ നിർത്താൻ തോന്നുന്നു, ഷൂട്ടിങ്. ബാക്കി ഇപ്പൊ അശ്വിൻ എണീറ്റിട്ടുണ്ട്. അശ്വിൻ കുറെ അവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടി ഞാനും കൂടി കൂടിയിട്ട് ബാക്കി മഞ്ഞൾ റൂമിൽ നിന്ന് പാക്ക് ചെയ്യട്ടെ. അപ്പൊ ഞാൻ കുറെയൊക്കെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്തു. ഇനി ഇവിടെ കൊണ്ടുവന്ന് ബാക്കിയുള്ളത് പാക്ക് ചെയ്ത് ഇവിടുന്നൊക്കെ ആയിട്ട് എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോകണം. അതിന് മുമ്പ് എനിക്ക് പെറ്റ്സിൽക്കൊക്കെ ഒന്നുകൂടെ ഫുഡ് കൊടുക്കണം. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അതെല്ലാം അറേഞ്ച് ചെയ്ത് എടുത്ത് വെച്ചിട്ട് പശു പാക്ക് ചെയ്തിരുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്നുകൂടെ ലാസ്റ്റ് ഫൈനലി ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. എന്നിട്ട് നമുക്ക് നേരെ പോകണം. പോയിട്ട് നമുക്ക് ബേർഡ്സിന്റെ സ്ഥലത്തും കയറണം.
ഇതൊക്കെ കൊറിയർ കൊടുക്കണം. ഇത് ചിലപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകത്തില്ല, ബെന്നിച്ചേട്ടനെ ഏൽപ്പിച്ചു വിടും. നമുക്ക് നേരെ പോയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോകും. ഇത് ബെന്നിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ട് കൊടുത്തു വിടും. അപ്പോൾ പോണം, പോസ്റ്റ് ഓഫീസിൽ പോകണം, നമുക്ക് UK അയക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോകണം. അതുമായിട്ട് നമ്മൾ പോകും. ബാക്കിയുള്ളത് ബെന്നിച്ചേട്ടനെ ഓട്ടോയിൽ കൊടുത്തു വിടും. കാരണം ഇത് കൊറിയറിൽ കൊണ്ട് കൊടുക്കുക വരിക എന്നുള്ളത് ഭയങ്കര, രണ്ടാം നിലയിൽ അവിടെ ഓരോന്നും ഒരേ ചാക്ക് നമ്മൾ വലിച്ചേറ്റി മുകളിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ടൈം പോകും. അപ്പൊ നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിൽ പോകും. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതേപ്പിക്കും. അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ, ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളതൊക്കെ കയറി നോക്കിക്കോളൂ. വാട്സപ്പിലേക്ക് വരൂ, ഇതല്ലേ നമ്പർ. വന്നിട്ടൊരു ഹായ് വിടും. അപ്പൊ കാറ്റലോഗ് മുകളിൽ കയറി നോക്കിയാൽ എന്റെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ കാറ്റലോഗ് നടപ്പുണ്ടാവും. കാറ്റലോഗിൽ കയറി നോക്കിയാൽ എല്ലാ പ്രൊഡക്റ്റും കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കുഞ്ഞു സാധനം പോലെ വലിയ സാധനം പോലെ എല്ലാം ഉണ്ട്. ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. ഒന്നുകിൽ കാർട്ടിലേക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടുക. മെസ്സേജ് വിട്ടാൽ ചിലപ്പോൾ അപ്പം തന്നെ ഞാൻ കണ്ടുവന്ന് വരില്ല. ഈ പണിയുടെ തിരക്കിന്റെ ഇടയ്ക്ക് എനിക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഞാൻ മെസ്സേജ് ഒക്കെ നോക്കുന്നത്. പിന്നെ രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് ബെഡിൽ മറിഞ്ഞടിച്ച് കിടക്കുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള വോയിസ് ഒക്കെ നോക്കി മെസ്സേജ് ഒക്കെ പിന്നെ റിപ്ലൈ ചെയ്ത് അന്നത്തെ എല്ലാം തീർത്തിട്ട് ഞാൻ കിടക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇഷ്ടം പോലെ രാത്രി മെസ്സേജ് വന്ന് കിടപ്പുണ്ടാവും. ഞാൻ ഉറങ്ങി കഴിയുമ്പോൾ അത് രാവിലെ മുതൽ വീണ്ടും ഇങ്ങനെ വരും, ഇടയ്ക്ക് നോക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ശരി കൂട്ടുകാരെ, ഇനിയിപ്പോ ഇന്ന് നിർത്താം. ഇനി നമുക്ക് അടുത്തൊരു ദിവസം പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണിക്കാം. അപ്പൊ ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം നമ്മൾ ഇന്ന് എത്ര എണ്ണ അയക്കുന്നതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇപ്പൊ തൽക്കാലം വിടാം. രാവിലെ വെട്ടം വീണ് കഴിഞ്ഞാൽ അകവും പുറമായിട്ട് ഒരു യുദ്ധക്കളമായി മാറും കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ബാക്കി ചിന്തകൾ ഞാൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ. 40 കഴിഞ്ഞ സ്ത്രീകളുടെ ചുണ്ടിലെ ചിരിയിലും കണ്ണിലെഴുതിയിരിക്കുന്ന കരിമഷി കണ്ണിലും ഒക്കെ ഒരു പുതിയ പ്രഭ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കാഴ്ചയുടെ മാറ്റത്തിന്റെ അപ്പുറം അവളെ കാണാൻ കഴിയുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക വശ്യ സൗന്ദര്യമാണ് കേട്ടോ 40 കഴിഞ്ഞ എല്ലാ സ്ത്രീകളിലും ഉണ്ടാകുന്നത്. 40 കഴിഞ്ഞ സ്ത്രീകളുടെ ഭംഗി കാണാൻ പറ്റുന്നത് കൗമാരക്കാർക്കോ മിതമായ കൗതുകം കാട്ടുന്നവർക്കോ ഒന്നും അല്ല കേട്ടോ. അത് മനസ്സിന്റെ തലത്തിൽ ഒരുപാട് വളർന്നവർക്കായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. അവളെ കാണാൻ കഴിയുന്ന കണ്ണുകൾക്കാണ് അവളുടെ ഭംഗി തുറന്നു കിട്ടുന്നത്. ഇത്തരം ചിന്തകളൊക്കെ എന്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ അനുഭവത്തിലും നിങ്ങൾക്ക് തന്നെ ഇപ്പൊ 40 കഴിഞ്ഞ ഒത്തിരി സ്ത്രീകൾ നിങ്ങൾ പേരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ സ്വയമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ശരിക്കും ഇത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നോട് സംസാരിക്കുന്ന പല സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് ഞാൻ ഈ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. മെലോയുടെ ധൈര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നും കേട്ടോ. എന്തൊരു ധൈര്യമോ, എത്രയും ചർമ്മശപ്പേട് ഭയങ്കര അപകടകാരിയാണ് നമ്മുടെ. പക്ഷെ അതിന്റെ മുമ്പിൽ ഇത് കൂളായിട്ട് നിൽക്കും കേട്ടോ. ഒരു വർഷമായിട്ട് ഇപ്പൊ നമ്മുടെ അയറമോളുടെ ഏറ്റവും വലിയ സ്വപ്നം ഈ നമ്മുടെ മിലോക്കുട്ടിനെ നിന്ന് കടിച്ചു കീറി എന്റെ കയ്യിൽ തന്നെ കൊണ്ടു തരിക എന്നുള്ളതാട്ടോ. നമ്മുടെ ബലത്തിലാണ് ആക്ച്വലി മിലോക്കുട്ടിനെ ഇവിടെ ഇത്രയും ധൈര്യപൂർവ്വം കിടക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു കിടപ്പൊക്കെ കണ്ടോ, നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്നുള്ള മട്ടിലാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ അയറമോൾക്ക് വരാതെ കയറാൻ അനുവാദം കൊടുത്തിട്ടില്ല. പക്ഷെ ഇതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറക്കും കേട്ടോ. അതുപോലെ അതിന് കലിയും ദേഷ്യവും ഒക്കെ വരും കേട്ടോ. അപ്പൊ ശരി കൂട്ടുകാരെ, ഇതൊക്കെയാണ് എന്റെ കുറച്ച് ചിന്തകളും കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ ഒരു ദിവസവും. ഇനി ഞങ്ങള് എല്ലാം വാരിക്കെട്ടി എടുത്ത് നേരെ പോസ്റ്റ് ഓഫീസിലും ബാക്കി ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്ക് DTDC കൊറിയറിലും ഒക്കെ ആയിട്ട് പോകട്ടെ. ഇനി അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിലേക്ക് ഇടണം, ലൈക്ക് തരണം, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ വാട്സ്ആപ്പ് നമ്പർ കണ്ടല്ലോ, പ്രൊഡക്റ്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഹായ് വിടൂ കേട്ടോ ഇപ്പൊ തന്നെ. അപ്പൊ ശരി, ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടിരിക്കും എല്ലാവരും. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.